നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? സ്റ്റാർട്ട് ചെയ്യട്ടെ? ചെയ്യാം. ഓക്കെ. ഓക്കെ, താങ്ക് യു സാർ. ഹൈ, ഗുഡ് മോർണിംഗ് ആൾ ഓഫ് യു. വീഡിയോ നമ്മൾ ഓൺ ആക്കി പറ്റുമോ റീജ മാം? ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. അപ്പൊ ഇന്ന് നമ്മളിവിടെ ഇപ്പോഴ് ഈ ഒരു രാത്രി സമയത്ത് ഒത്തുകൂടിയിരിക്കുന്നത് നമ്മൾക്ക് നമ്മളെന്നൊരു വ്യക്തി, ഹ്യൂമൻ ബോഡി, അതിലെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളുടെ സ്റ്റാർട്ടിങ് എവിടെ നിന്നാണ്? നമ്മളെ ഗട്ടിൽ നിന്നാണ് എല്ലാ പ്രശ്നത്തിനും തുടക്കം. ഹൗ ടു മെയിൻറ്റെയിൻ ടു യുവർ ഗട്ട് ഹെൽത്ത് ത്രൂ വെസ്റ്റീജ് പ്രൊഡക്റ്റ്. ഇതാണ് ഇന്ന് നമ്മളുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ഏറ്റവും ഈ ഒരു സബ്ജക്റ്റ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആപ്റ്റായ ഒരു വ്യക്തിയെ ഞാൻ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോവുകയാണ്. സാറിനെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട, പക്ഷെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ കൂടുതൽ പറയാതിരിക്കാനും പറ്റില്ല. ഞാൻ കുറച്ച് ഒരു ഔട്ട്ലൈൻ മാത്രമായിട്ട് പറയാം. ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്ന വ്യക്തി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള, വെൽനസ് എക്സ്പേർട്ട് ആയിട്ടുള്ള, അതായത് കേരളം മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന വെൽനസ് എക്സ്പേർട്ട്, അതുപോലെ തന്നെ തെറാപ്പിസ്റ്റുമായിട്ടുള്ള RK സാറിനെയാണ് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഗട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ പറയാറുണ്ട് കുടൽ നന്നായാൽ ഉടൽ നന്നാവുമെന്ന് നമ്മൾ പറയാറില്ലേ? അപ്പൊ ആ ഉടലിനെയും നന്നാക്കിയെടുക്കാൻ പറ്റുന്ന, അതോടൊപ്പം തന്നെ നമ്മളെ വയറിലെ പ്രശ്നങ്ങളും ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന എന്തെല്ലാം പ്രൊഡക്റ്റുകളാണ്, എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത് എന്നെല്ലാം നമുക്ക് വള്ളി വിടാതെ നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാനായിട്ട് നമ്മുടെ RK സാർ ലൈനിലുണ്ട്. അപ്പൊ ഞാൻ സാറിനെ വെൽക്കം ചെയ്യാണ്. സാറിന്റെ വീട് തിരൂരാണ്. സാറിനെ ഒന്നും കൂടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വെൽക്കം സാർ, RK സാർ ഫ്രം തിരൂർ. വെൽക്കം സാർ. ഓക്കെ, താങ്ക് യു റിജ മാം. വളരെ നൈസ് ഇൻട്രൊഡക്ഷൻ. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. എല്ലാവരും ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ആദ്യമായി വെൽക്കം ചെയ്യാണ്. മൈസെൽഫ് RK ഫ്രം തിരൂർ. സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ബേസിക്കലി ഞാൻ ട്രഡീഷണൽ മേഖല വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു മാത്രമായ മേഖല എത്തിപ്പെടാൻ ഒരു ചാൻസ് കിട്ടിയത്. ഇന്ന് ഞാൻ കൈകാര്യം ചെയ്യുന്ന ടോപ്പിക് ഹൗ ടു ഗെറ്റ് എ ഗുഡ് ഗട്ട് ഹെൽത്ത് എന്നുള്ളതാണ്. ഇത് ഞാൻ ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തി. ഇന്ന് ഒത്തിരി വെൽനസ് എക്സ്പേർട്ടിന്റെയും ട്രെയിനേഴ്സിന്റെയും ഡോക്ടേഴ്സിന്റെ ഒക്കെ ക്ലാസ്സുകളൊക്കെ നിരന്തരം അറ്റൻഡ് ചെയ്യുകയും അതോടൊപ്പം അതിലൂടെ കിട്ടിയ കുറെ അറിവുകളും അതിൽ നിന്ന് കിട്ടിയ കുറെ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ ഈ കാര്യം ചെയ്യുന്നത്. അപ്പൊ ഇതിലുള്ള ഒരുപാട് ഹൈലി എക്സ്പേർട്ടായ ആളുകൾ മുന്നിൽ ചെയ്യാന്നുള്ളതും ശരിക്കും എനിക്ക് മനസ്സിലായ കാര്യങ്ങളും അതോടൊപ്പം കറക്ഷനും എല്ലാത്തിനും കൂടി ഒരു വേദിയായിട്ട് ഞാൻ കണക്കാക്കുന്നു. താങ്ക് ഗോഡ് ഈ ഒരു പ്ലാറ്റ്ഫോം എനിക്കുന്ന എല്ലാ ലീഡേഴ്സിനെയും, ബസ്റ്റീന്റെ കോർ ലീഡേഴ്സിനെയും താങ്ക്സ് അറിയിക്കുകയാണ്. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾക്ക് നമ്മുടെ ആരോഗ്യത്തിന്റെ കാതലായ ഒരു ഭാഗം നമ്മുടെ ഗട്ടാണ്. കാരണം നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും അത് ശരിയായ രീതിയിൽ ദഹനം നടക്കണം, അതിലെ പോഷക ആഗിരണം ചെയ്യണം, അത് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് എത്തണം. ഇതെല്ലാം നടന്നാലാണ് ശരിയായ രീതിയിൽ നമുക്കൊരു ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുള്ളൂ. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഈ ഗട്ടിലേറ്റായ പ്രശ്നങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് വൈദ്യതിന് എഫക്ടീസ് പറഞ്ഞിട്ടുണ്ട്, ഓൾ ദ ഡിസീസ് ബിഗിനിങ് ഫ്രം ദ ഗട്ട് എന്നുള്ളത്. എല്ലാ അസുഖങ്ങളെയും തുടക്കം നമ്മുടെ ഗട്ടിൽ നിന്നാണ്. അതോടൊപ്പം നമ്മുടെ പഴമക്കാർ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് കുടൽ നന്നായ ഉടൽ നന്നായി എന്നുള്ളത്. അതിന്റെ ഹെൽത്ത് ഓക്കെ ആയാല് ബാക്കി കംപ്ലീറ്റ് ഓക്കെ ആയി എന്നുള്ളത്. അപ്പൊ ഇന്ന് നമ്മളെ ഓക്കെ ആക്കാം. എങ്ങനെ ഇന്ന് ഇത്തരത്തിൽ ഗട്ട് ഹെൽത്ത് നഷ്ടപ്പെട്ട ആളുകൾക്ക് അത് നേടിയെടുക്കാം, അതോടൊപ്പം ഒരു വ്യക്തിക്ക് നഷ്ടപ്പെടാതെ എങ്ങനെ എനർജറ്റിക് ആയിട്ട് എന്നും ജീവിതം ശരിയായ രീതിയിൽ ആസ്വദിക്കുക എന്നതിനെ കുറിച്ചാണ് ഇന്ന് എനിക്ക് കിട്ടിയ അറിവിന്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലേ? സൗണ്ടും കറക്റ്റ് ആണല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു.
ഓക്കെ, ഹെൽത്തി ഗട്ട് ആൻഡ് ഹെൽത്തി ലൈഫ്. ആരോഗ്യമുള്ള ഒരു ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് ആരോഗ്യമുള്ള ഒരു ഗട്ടാണ്. അത് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾ ആ പിക്ചർ കണ്ടാൽ തന്നെ അറിയാം, ആ ഗട്ടിലേക്ക് ലെങ്സ് വെച്ച് നോക്കുകയാണ് അവിടെ എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളത്. ഓക്കെ, ശരിക്കും നമ്മളെ ഗട്ടിന് ഒരുപാട് റോളുകൾ ഉണ്ട്. എന്താണ് നമ്മളെ ഗട്ട് എന്നുള്ളതാണ്. ശരിക്കും നമ്മളെ ഭക്ഷണ ദഹനം നടക്കുന്നത് നമ്മുടെ വായിൽ വെച്ചിട്ടാണ്. ഫസ്റ്റ് ദഹനം തുടങ്ങുന്നത് അവിടെ വെച്ചിട്ടാണ്. അവിടെ നമ്മളെ സലൈവ ഉമിനീരുമായി കൂടി ചേർന്നിട്ട് വേണം ശരിക്കും ആ ഭക്ഷണം നമ്മളെ ഗട്ടിലേക്ക് എത്താൻ. അവിടെ നമ്മളെ ഗ്യാസ്ട്രിക് ജ്യൂസുമൊക്കെ ചേർന്നാണ് ശരിയായ രീതിയിൽ പ്രോപ്പർ അല്ല ദഹനം നടക്കുന്നത്. ഇവിടെ ശരിയായ രീതിയിൽ ദഹനം നടന്നിട്ടില്ലെങ്കിൽ അവിടെ മുതലാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. എല്ലാത്തിനും മൂല കാരണം അവിടെയാണ്. നമ്മൾ എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും എത്ര നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താലും നമ്മൾക്ക് ഒരിക്കലും ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടാവില്ല. ഇന്ന് നമുക്കറിയാം, പല ഗട്ട് ഹെൽത്ത് മോശമാണെങ്കിൽ നമ്മൾ എത്ര സമ്പത്തുണ്ട്, എത്ര വലിയ സൗഭാഗ്യം ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കത് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, പല ആരോഗ്യ പ്രശ്നങ്ങളായിട്ടും അതോടൊപ്പം തന്നെ ടെൻഷനും ഡിപ്രഷനൊക്കെ ആയിട്ടും ചില ആളുകളെ സംബന്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് ആത്മഹത്യ പ്രേരണയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗട്ടിന്റെ പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പൊ ശരിക്കും നമ്മൾ എന്താണ് ഗട്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് അറിയാം, വൻകുടലും ചെറുകുടലും ഉണ്ട്. സ്മാൾ ഇൻഡസ്റ്റൈൻ ഉണ്ട്, ലാർജ് ഇൻഡസ്റ്റൈൻ ഉണ്ട്. നമുക്കറിയാം, നമ്മളെ വയറില് ശരിക്കും 6 മുതൽ 7 മീറ്റർ വരെ നീളമുള്ള ഒരു സാധനം ചുറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. അതാണ് നമ്മളെ സ്മാൾ ഇൻഡസ്റ്റൈൻ. അതോടൊപ്പം ലാർജ് ഇൻഡസ്റ്റൈൻ 1.5 മീറ്റർ. ഏകദേശം നമ്മൾ അടിക്കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 5 അടിയാണ് വരുന്നത് ലാർജ് ഇൻഡസ്റ്റൈൻ. ഏകദേശം ഒരു 20-23 അടിയോളം നീളം വരുന്നതാണത്. അപ്പൊ ഇതിനകത്ത് നടക്കുന്ന പല ഫങ്ഷൻസ് ആണ് നമ്മളെ ആരോഗ്യത്തിന് പ്രധാനമായിട്ടും പല കാര്യങ്ങളും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ നമ്മൾക്ക് ഈ ഒരു ഗട്ടിന്റെ ആരോഗ്യം നിലനിർത്താം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ശരിക്കും ഗട്ടിന്റെ റോൾ എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യം നമുക്കറിയാം, നല്ല രീതിയിൽ ദഹനം നടക്കണം, അതോടൊപ്പം ന്യൂട്രിയൻസിന്റെ അബ്സോർബേഷൻ, അതോടൊപ്പം നമ്മുടെ രോഗപ്രതിരോധ ശേഷി. ഏറ്റവും കൂടുതൽ ആളുകൾ ഇമ്മ്യൂണിറ്റിയുമായി റിലേറ്റ് ആയ പ്രശ്നങ്ങളാണ്. അപ്പൊ നമുക്ക് ആ ഇമ്മ്യൂണിറ്റി ശരിയായിട്ട് നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ നമ്മളെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ആവണം എന്നുള്ളത്, നല്ല രീതിയിൽ ഹെൽത്തി ആവണം. അതോടൊപ്പം തന്നെ മെന്റൽ ഹെൽത്തും ആൻഡ് ബ്രെയിൻ കണക്ഷനും, മാനസിക ആരോഗ്യവും അതോടൊപ്പം നമ്മൾ ശരിയായ ബ്രെയിനിന്റെ കണക്ഷൻ, നമുക്കുള്ള മറവി പോലുള്ള പല പ്രശ്നങ്ങളും, ഒരുപാട് ബ്രെയിൻ റിലേറ്റഡ് ആയ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്, അതിൽ ഉറക്കക്കുറവായിക്കോട്ടെ, മൈഗ്രെയിൻ, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അതോടൊപ്പം തന്നെ വെയിറ്റ് മാനേജ്മെന്റ്, നമുക്ക് അമിതവണ്ണം ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ശരിയായ രീതിയിൽ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതായിക്കോട്ടെ, ഇതിനെല്ലാം നമ്മളെ ഗട്ട് റോള് വഹിക്കുന്നുണ്ട്. അതുപോലെ മെറ്റബോളിസം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതിലുള്ള പോഷകങ്ങളൊക്കെ ശരിയായ രീതിയിൽ ദഹനം നടന്ന് അത് ബോഡിക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് മാറണമെങ്കിൽ നമ്മളെ ഗട്ട് ഓക്കെ ആവണം. അതോടൊപ്പം ഡീടോക്സിഫിക്കേഷൻ, നമ്മളെ ബോഡിയിൽ ഫുഡിലൂടെയും വായുവിലൂടെയും വെള്ളത്തിലൂടെയും നമ്മൾ നിത്യോപയോഗ സാധനങ്ങളോടെ ഒക്കെ വരുന്ന വിഷാംശങ്ങളെ ശരിയായ രീതിയിൽ പുറന്തള്ളണമെങ്കിൽ നമ്മളെ ഗട്ട് ഓക്കെ ആവണം. അതല്ല ഇൻഫ്ലമേഷൻ, നീർക്കെട്ടുകളെ ശരിയായ രീതിയിൽ വരാതെ നോക്കാനും അതിനെ കൺട്രോൾ ചെയ്യാനൊക്കെ നമ്മളെ ഗട്ട് ഓക്കെ ആവണം. അതോടൊപ്പം തന്നെ സ്കിന്നിന്റെ ഹെൽത്ത്, എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിൻ, നമുക്കറിയാം ഏജിങ്, ആന്റി ഏജിങ് എന്നുള്ളത്, പ്രായം നമുക്ക് വർഷം കൂടുന്നതുകൊണ്ട്, പക്ഷെ അതിനനുസരിച്ച് സ്കിന്നിൽ പല പ്രശ്നങ്ങൾ വരാതിരിക്കണം. നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ ഗട്ട് ആണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അത് ഇത്രയും കാര്യങ്ങൾ നമ്മളെ ഗട്ട് നമ്മളെ റോള് വഹിക്കുന്നുണ്ട്. അപ്പൊ ആ ഗട്ടിന്റെ ഈ ഹെൽത്ത് മോശമായാൽ ഇതുമായി ബന്ധപ്പെട്ടാണ് എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം. നമുക്കറിയാം എന്തൊക്കെയാണ് ഗട്ടിനെ നമുക്ക് അഫക്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ഉള്ളത്. ഒന്ന് ഇൻഡൈജക്ഷൻ ആണ്, ദഹനക്കേട് എന്നുള്ളതാണ്. നമ്മൾ എന്നുള്ളതാണ്. അതിന് നമുക്കറിയാം 2 കാരണങ്ങൾ ഒരുപാടുണ്ട്. ആ ദഹനം പ്രോപ്പറായി നടക്കണമെങ്കിൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഉമിനീര് നമ്മളെ ഇതിന്റെ കലർന്നിട്ട് വേണം ശരിയായ രീതിയിൽ എന്ത് ചെയ്യാൻ, നമ്മളെ ഫുഡ് നമ്മളെ സ്റ്റൊമക്കിലേക്കൊക്കെ എത്താൻ. അതിന്ന് നമ്മൾ വിഴുങ്ങി വിടുകയാണ്. വിഴുങ്ങി വിടുന്നതോട് കൂടി എന്ത് ചെയ്യുന്നത്, പ്രോപ്പറായിട്ട് ദഹനം നടക്കുന്നുണ്ടാവില്ല. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മളെ ഗ്യാസ്ട്രിക് ജ്യൂസ് ഏറ്റവും pH ലെവൽ നോക്കുകയാണെങ്കിൽ 1.5 ഉള്ളത് നമ്മളെ മനുഷ്യരിലാണ്. ബാക്കിയുള്ള നമുക്കറിയാം മിശ്ര ബുക്കുകളിലൊക്കെ ഏകദേശം 4.5 ഒക്കെയാണ്. അത് നമ്മൾ വെജിറ്റേറിയനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് 3 റേഞ്ചിലേക്കൊക്കെയാണ് വരുന്നത്. അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റൊമക് ആസിഡ് ഉള്ള ഒരു ജീവി മനുഷ്യനാണ്. ഈ മനുഷ്യനാണ് ഇന്നത്തെ ദഹനക്കേട് കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് മെയിൻ കാരണമായിട്ട് വരുന്നത് എന്താണ്, നമ്മളെ ഭക്ഷണം പ്രോപ്പറായിട്ട് നമ്മൾ ദഹിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിന് ശരിയായിട്ട് നമ്മൾ ആ ഉമിനീരും കൂടിയും ആ ദഹനത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എൻസൈമാണത്. നമ്മളത് പ്രോപ്പറായിട്ട് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ
ഗ്യാസ്ട്രിക്സ് ആൻഡ് അസിഡിറ്റി. ആ ഗ്യാസ്ട്രിക് ജ്യൂസ് അത് കുറഞ്ഞു പോയാലും പ്രശ്നമാണ്, അത് കൂടിയാലും പ്രശ്നമാണ്. അഥവാ അസിഡിറ്റി, പുളിച്ചിട്ട് പോലുള്ള പല പ്രശ്നങ്ങളെയും കാര്യങ്ങളൊക്കെ അത് അഫക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഗട്ട് പ്രോബ്ലങ്ങൾ ഉണ്ടാകുന്നതാണ് അതിനെ പറ്റി വരുന്ന ഡ്രാൻഡ്രഫ് ആയിക്കോട്ടെ, എയർഫോൾ ആയിക്കോട്ടെ, മൈഗ്രെയിൻ പ്രശ്നങ്ങളൊക്കെ ഈ ഗട്ടുമായി റിലേറ്റഡ് ആയ പ്രശ്നങ്ങളാണ്. അത് മാത്രമല്ല ഡയറിയ, കോൺസ്റ്റിപ്പേഷൻ. ചില ആളുകൾക്ക് ലൂസ് മോഷൻ ആവും, ചില ആളുകൾക്ക് മലബന്ധമാവും, ചിലവർക്ക് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, ഭക്ഷണം കഴിച്ച ഉടനെ ടോയ്ലറ്റ് പോകാനുള്ള ടെൻഡൻസി, ഒക്കെ അതിനെ എഫക്ട് ചെയ്യുന്ന പ്രശ്നങ്ങളാണ്. അതോടൊപ്പം ആസിഡ് റിഫ്ലക്ഷൻ. നമുക്കറിയാം നമ്മളെ ആ ഒരു ആമാശയും അതോടൊപ്പം തന്നെ നമ്മളെ അടുത്തുള്ള എന്തുണ്ട്, ഒരു കനാലുണ്ട്. ഈ കനാൽ എന്ത് ചെയ്യണം, നമ്മൾ ഭക്ഷണം വെള്ളമൊക്കെ കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആമാശയത്തിലേക്ക് പോയാൽ എന്ത് ചെയ്യണം, അതവിടെ സ്റ്റോപ്പ് ആവണം. ഇവിടെ ഇത് സ്റ്റോപ്പ് ആവാതെ വായ തുറന്നുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും, അവിടെ ഉള്ള ഗ്യാസ്ട്രിക് ജ്യൂസ് ഒക്കെ എന്ത് ചെയ്യും, മുകളിലേക്ക് വരും. പൊളിച്ചിട്ട് കട്ടലായിട്ടൊക്കെ നമുക്ക് വരുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ ഏറ്റവും കൂടുതൽ ആ ഒരു IBS കണ്ടീഷനൊക്കെ തന്നെ. പിന്നെ ഫുഡ് ഇൻടോളറൻസ്, ഫുഡ് അതായത് ദഹനയോഗ്യം അല്ലാതാവുക. അതോടൊപ്പം തന്നെ അലർജീസ്, പല രീതിയിലുള്ള അലർജീസ് കാര്യങ്ങളൊക്കെ വരിക. നമുക്കറിയാം എസ്പെഷ്യലി നമുക്കറിയാം ഓട്ടോമാറ്റിക് സോറിയാസിസ്, എക്സിമ, അങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, അതായത് നമുക്ക് തൈറോയ്ഡ് പോലെ പ്രശ്നങ്ങളൊക്കെ ഇതിനെ എഫക്ട് ചെയ്യുന്നതാണ്. അൾസേഴ്സ്, പൈൽസ്, ഫിസ്റ്റുല, അതേപോലെ ഫിഷർ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിനെ കണക്ട് ചെയ്ത് വരുന്നതാണ്. മറ്റൊരു പ്രശ്നമാണ് ലീക്കി ഗട്ട് സിൻഡ്രോം. അതാണ് ഏറ്റവും കൂടുതൽ ഓട്ടോമിൻ ഡിസീസിലേക്ക് നയിക്കുന്നത്. ആമവാദം, ഈ സോറിയാസിസ് കാര്യങ്ങൾ പല പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത് ഈ ഒരു ലീക്കി ഗട്ട് സിൻഡ്രോം ആണ്. എന്താണൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാവും, അതുമായുള്ള സൊല്യൂഷൻ നമ്മൾ മനസ്സിലുണ്ടാവും. പിന്നെ ഗട്ട് ഡിസോർഡർ, അതേപോലെ യൂറിക് ആസിഡ് പ്രശ്നങ്ങൾ. നമുക്കറിയാം നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ പ്രോട്ടീൻ ശരീരത്തിൽ വിഘടിച്ചുണ്ടാവുന്ന ഒരു വേസ്റ്റ് മെറ്റീരിയലാണ് യൂറിക് ആസിഡ്. ഈ യൂറിക് ആസിഡിനെ പുറന്തള്ളുന്നതിൽ ഒരു മുഖ്യമായ റോള് വഹിക്കുന്നത് നമ്മളെ ഗട്ടാണ്. അപ്പം ലിവറും അതിനോടൊപ്പം വഹിക്കുന്നുണ്ട്. അപ്പൊ ഗട്ട് ഹെൽത്ത് മോശമാണെങ്കിൽ യൂറിക് ആസിഡ് വേണ്ട രീതിയിൽ പുറന്തള്ളുന്നുണ്ടാവില്ല, കൂടി അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് അത് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇനി ഇത്തരം പ്രശ്നങ്ങളിലൂടെ നമുക്ക് ഇതിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പുവർ ഗട്ട് ഹെൽത്തിലേക്കും അത് ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ നയിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. ഒന്ന് പുവർ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. നമുക്കറിയാം ഇന്നത്തെ ജീവിത രീതി അതൊരിക്കലും നമ്മളെ ആരോഗ്യത്തിന് ഗട്ടിന് ഉതകുന്നതല്ല. പണ്ടുള്ള ജീവിത രീതി ഹെൽത്തി ആയിരുന്നു. ഇന്ന് വ്യായാമം ഇല്ല, അതോടൊപ്പം തന്നെ ഇറഗുലർ ഫുഡ് ഹാബിറ്റ്, കണ്ടിന്യൂ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടീഷൻ, അൺഹെൽത്തി ഡയറ്റ്, സ്റ്റോർ ചെയ്ത പ്രോസസ് ചെയ്ത ഫുഡും കൂടുതൽ ഫ്രൈ ചെയ്ത ഫുഡും, ഇങ്ങനെല്ലാം ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കോള, പെപ്സി പാനീയങ്ങള്, പിന്നെ വ്യായാമം എല്ലാം അതിന്റെ ഒരു മുഖ്യ കാരണമാണ് ഇതിനൊക്കെ. പിന്നെ റോങ് ഫുഡ് കോമ്പിനേഷൻ, നമ്മൾ ആയുർവേദം പറയുന്നില്ല വിരുദ്ധാഹാരം എന്നുള്ളത്. ഇപ്പോ ഈ ചിക്കനും മീനും ഒരുമിച്ച് കഴിക്കുക, അതേപോലെ തന്നെ ഈ മീനിന്റെ ചിക്കന്റെ കൂടെ ഒക്കെ തൈര് പോലുള്ള സാധനങ്ങൾ കഴിക്കുക, അതോടൊപ്പം ഫുഡിന്റെ മുകളിൽ ഫ്രൂട്ട്സ് കഴിക്കുക, അതേപോലെ മാമ്പഴവും പാലും ഒരുമിച്ച് കഴിക്കുക. ഇന്ന് മാമ്പഴം ജ്യൂസ് അടിക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ പാൽ വെച്ചിട്ടാണ്. ഇതൊക്കെ നമ്മളെ ഗട്ട് ഹെൽത്തിനെ ഒരുപാട് അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത്തരത്തിൽ ഒരുപാട് ഫുഡ് ഹാബിറ്റുകൾ ഉണ്ട്. അതേപോലെ തന്നെ തേനും നെയ്യും സമർത്ത് കഴിക്കുന്നത്, ഇതൊന്നും നമ്മളെല്ലാം ഇന്ന് ടേസ്റ്റിന് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മളെ ഗട്ട് ഹെൽത്തിനെയാണ് അഫക്ട് ചെയ്യുന്നത്. അതേപോലെ ഡീഹൈഡ്രേഷൻ, പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാതിരിക്കുക. നമ്മൾ വെള്ളം കുടിക്കേണ്ടത് ശരിയായ രീതിയിൽ മിനറൽസ് ഉള്ള നല്ല വെള്ളമാണ് കുടിക്കേണ്ടത്. ആൽക്കലൈൻ വാട്ടറാണ് നമ്മൾ കുടിക്കേണ്ടത്. നമ്മൾ കുടിക്കുന്ന വെള്ളങ്ങളൊക്കെ നമ്മൾ കുടിക്കുന്ന പച്ചവെള്ളമാണ് കുടിക്കേണ്ടത്. നമ്മളിന്ന് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതോടുകൂടി അതിലുള്ള ഓക്സിജനും മിനറൽസ് ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഡീഹൈഡ്രേഷനിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി, മാനസിക സമ്മർദ്ദം, അതോടൊപ്പം തന്നെ ഉത്കണ്ഠ കാര്യങ്ങളൊക്കെ ഗട്ടിനെ ഒരുപാട് എഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻഫെക്ഷൻ, പല ബാക്ടീരിയ വൈറസ് പോലെ ഇൻഫെക്ഷനും, പിന്നെ മെഡിസിന്റെ യൂസേജ്, ഇതൊക്കെ ഒരുപാട് എഫക്ട് ചെയ്യുന്നതാണ്. നമുക്കറിയാം ഇന്ന് ഡോക്ടേഴ്സൊക്കെ എന്ത് മരുന്ന് എഴുതി കൊടുത്താലും അതിന്റെ കൂടെ ഗ്യാസ് പ്രശ്നങ്ങൾ വരാതിരിക്കാനുള്ള ഒരു മരുന്നും കൂടി സപ്പോർട്ടീവായിട്ട് ചെയ്തു. അവിടെ നമ്മളെ ഏറ്റവും കൂടുതൽ ഗട്ടിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫുഡ് ഇൻടോളറൻസ്, അതുപോലെ അലർജീസ്, അതുപോലെ ആൽക്കഹോൾ ആൻഡ് സ്മോക്കിംഗ്, നമുക്കറിയാം മദ്യപാനവും സ്മോക്കിങ്ങും ഇതെല്ലാം നമ്മളെ ഗട്ടിനെ അഫക്ട് ചെയ്യുന്നതാണ്. നമുക്കറിയാം നമുക്ക് എന്തൊക്കെയാണ് പ്രിവെൻഷൻ നടപടികളൊക്കെ എടുക്കേണ്ടതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിക്കും നമ്മളെ ഗട്ടിനെ ശരിയായ രീതിയിൽ പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ല ഭക്ഷണം അതിന്റെ കാതലായ ഒരു ഭാഗമാണ്. നമ്മൾ ശരിക്കും നമ്മളെ ഗട്ടിലുള്ള ബാക്ടീരിയാസിനെ നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ഏകദേശം 63-70 ട്രില്യൺ കോശങ്ങൾ ഉണ്ടെന്ന് പല ആളുകളും പല കണക്കുകൾ പറയുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു 63 ട്രില്യൺ കോശങ്ങളാണ് നമ്മളെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്.
ഇതില് 40+ ട്രില്യണും ഗഡ് മൈക്രോബ്സ് ആണ്. അപ്പൊ നമ്മളെ മനുഷ്യകോശങ്ങളെക്കാട്ടിയും കൂടുതലുള്ളത് ഗഡ് മൈക്രോബ്സ് ആണ്. അവിടെ ബാക്ടീരിയാസും ഫംഗസും ഒരുപാട് മൈക്രോബ്സുകൾ അവിടെ ഉണ്ട്. അപ്പൊ ശരിക്കും ഇവരാണ് തീരുമാനിക്കുന്നത് നമ്മളെ ബോഡിയിൽ എന്തെല്ലാം നടക്കണം എന്നുള്ളത്. അപ്പൊ ശരിക്കും നമ്മൾ ഊട്ടേണ്ടത് ആരെയാണ്? ആ ഗഡ് മൈക്രോബ്സിനെയാണ് നമ്മൾ ശരിയായ രീതിയിൽ പരിപാലിക്കേണ്ടത്. അവരെ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക, അവർക്ക് വേണ്ടുന്ന എല്ലാ ഫുഡും കാര്യങ്ങളും എല്ലാം ഒരുക്കി കൊടുക്കുക. ഇത് നമ്മൾ ചെയ്താൽ പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? നമ്മളെ ടേസ്റ്റും നമ്മളെ തടിക്ക് പറ്റുന്ന രീതിയിലുള്ള ഫാറ്റി ഫുഡും മറ്റ് ടേസ്റ്റി ഫുഡുകളാണ് നമ്മൾ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒറ്റ കാര്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ഹൈ ഫൈബർ ഫുഡാണ് നമ്മൾ ശരിയായ ഇതിൽ ഉപയോഗിക്കേണ്ടത്. അത് ഓൾ ഗ്രീൻസ്, തവിടോട് കൂടിയ ധാന്യങ്ങൾ, ഫ്രൂട്ട്സുകൾ, വെജിറ്റബിൾസ്, മറ്റ് പയറ് വർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ പ്രോബയോട്ടിക്, നല്ല ബാക്ടീരിയാസിനെ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡുകൾ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഒന്ന് തൈര്, അതേപോലെ മോര്, അതേപോലെ ഫെർമെന്റഡ് ഫുഡ്, ഇപ്പൊ പുളിപ്പിച്ച ആഹാരങ്ങൾ, ഇഡ്ഡലി, ദോശ, ഉഴുന്ന് ചേർത്തൊക്കെ പുളിപ്പിച്ചെടുക്കുന്നുണ്ടല്ലോ, പഴങ്കഞ്ഞി, അച്ചാറിൽ ഏറ്റവും കൂടുതൽ നല്ല ബാക്ടീരിയാസ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് ചെറിയ അളവിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അത് കൂടിയാൽ ഏറ്റവും വലിയ വില്ലനായി മാറും ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്കറിയാം പ്രോബയോട്ടിക്, ഈ ഗട്ട് ബാക്ടീരിയാസ് ഉള്ള ഫുഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ റിച്ച് ഉള്ളതാണ് ഗാർലിക്, ഒനിയൻ, അതേപോലെ ബനാന, ഓട്സ്, അതോടൊപ്പം തന്നെ വഴുവഴുപ്പുള്ള ആഹാര സാധനങ്ങൾ, നമുക്കറിയാം വെണ്ട, അതേപോലെ ഈ കസ്കസ് ഒക്കെ ഉണ്ടല്ലോ അത്, അതേപോലെ നമ്മൾ പണ്ടൊക്കെ കഴിച്ച ചേമ്പുംതാളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഏറ്റവും നല്ല രീതിയിലാണ്. പിന്നെ നമ്മളെ വാഴക്കൂമ്പ്, നമ്മളെ ഉണ്ണിപ്പിണ്ടി ഒക്കെ എന്താണ്, ഇത് പ്രോബയോട്ടിക് നല്ല ഫുഡാണ്. പണ്ട് ഇതെല്ലാം ആളുകൾ നല്ല കഴിച്ചിരുന്നു, അതുകൊണ്ട് അവർക്കൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾക്കൊക്കെ ഇത് വല്ലപ്പോഴും കിട്ടിയാലായി എന്നുള്ള കണ്ടീഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് ഉൾപ്പെടുത്താൻ സാധിച്ചാൽ നല്ലൊരു ആരോഗ്യം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. പിന്നെ അഡിക്വേറ്റ് ഹൈഡ്രേഷൻ, പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, നമ്മളെ ബോഡീനെ ആൽക്കലൈസ് ചെയ്ത് മാനേജ് ചെയ്യുക എന്നുള്ളതും ഒരു മുഖ്യ ഘടകമാണ്. ആൽക്കലൈൻ ബോഡിയിൽ അസുഖം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഗുഡ് ഹെൽത്ത് ആണ്. അത് അസിഡിക്കിലേക്ക് മാറുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഈ ഗട്ട് ബാക്ടീരിയാസിനെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നതാണ് അസിഡിറ്റി എന്നുള്ളത്. അസിഡിറ്റി ഉണ്ടാവാനുള്ള ഒരു കാരണം നമുക്കറിയാം, വേർക്കാതിരിക്കുന്ന അസിഡിറ്റിയാണ്, മലബന്ധം അസിഡിറ്റി ഉണ്ടാക്കുന്നതാണ്, ഉറക്കക്കുറവ് അസിഡിറ്റി ഉണ്ടാക്കുന്നതാണ്, അതേപോലെ കോള, പെപ്സി പാനീയങ്ങളൊക്കെ അസിഡിറ്റി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ശരിയായ രീതിയിൽ ഒരു ഹൈഡ്രേറ്റഡ് ബോഡി ആയിട്ട് നിലനിർത്തുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഇന്നെല്ലാം ഡീഹൈഡ്രേഷൻ നടക്കുന്നത്. നമ്മൾ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുന്നില്ലെന്ന്. 20 കിലോ തൂക്കമുള്ള 1 ലിറ്റർ വെള്ളം കുടിക്കണം. അത് 40 ആണെങ്കിൽ 2, 60 ആണെങ്കിൽ 3 എന്നുള്ള രീതിയിലേക്ക് വെള്ളം കുടിക്കണം എന്നാണ്. അതും പ്രോപ്പറായി നമ്മൾ കുടിക്കുന്നില്ല. ശരിക്കും അതിൽ വേണ്ടത് എന്താണ്? പച്ചവെള്ളം കുടിക്കണം. അതിൽ നമ്മൾക്ക് വേണ്ടുന്ന മിനറൽസ് വേണം. ആ മിനറൽസ് ഉണ്ടെങ്കിലാണ് നമ്മളെ ശരീരം ശരിയായ രീതിയിൽ ആൽക്കലൈസ് ചെയ്യുള്ളൂ. അതല്ലാതെ നമ്മളൊരു വെള്ളം കുടിച്ചെന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. ബോഡിയിൽ ഒരു ഫംഗ്ഷനും അതുകൊണ്ട് നടക്കുന്നുണ്ടാവില്ല. റെഗുലർ എക്സസൈസ് പറഞ്ഞു, ശരിയായ രീതിയിൽ എക്സസൈസ് ചെയ്യുന്നതോട് കൂടി എന്ത് ചെയ്യും, നമ്മൾ വിയർക്കും, വിയർപ്പിലൂടെ ഉപ്പും അസിഡിറ്റിയും കുറെ പുറത്തേക്ക് പോകുന്നുണ്ട്. അതോടുകൂടി ബോഡി പ്രോപ്പർലി ഫംഗ്ഷൻ ചെയ്യും, നല്ല ദഹനമൊക്കെ നടക്കാൻ അതും സപ്പോർട്ടീവാണ്. ഇത്തരം ഈ ഒരു ജീവിത രീതി പണ്ടുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മളെ സംബന്ധിച്ച് ഇത് ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടെയാണ് ശരിയായ രീതിയിൽ നമുക്കൊരു സൊല്യൂഷൻ. നമുക്കറിയാം, ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ ബ്രാൻഡ് ആയിട്ടുള്ള വെസ്റ്റീജ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഗട്ട് ഹെൽത്തിനെ നമുക്കറിയാം മെയിൻറ്റെയിൻ ചെയ്യാനും അതിനെ ശരിയായ രീതിയിൽ പരിപാലിക്കാനൊക്കെ ഉള്ള ഒത്തിരി പ്രോഡക്റ്റുകൾ നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ജീവിത രീതിയിൽ ഒരു വ്യക്തിക്ക് ഇന്നുള്ള ആരോഗ്യം നിലനിർത്തിയിട്ട് മുന്നോട്ട് പോകാനും, അതോടൊപ്പം ആരോഗ്യം നഷ്ടപ്പെട്ടുള്ള ഒരു വ്യക്തിക്ക് ആ ശരിയായ ആരോഗ്യം നേടിയെടുക്കാനും ഇന്ന് കാലോചിതമായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു മേഖലയാണ് വെൽനസ് എന്ന് പറയുന്നത്. അപ്പൊ വെൽനസ് ഉൽപ്പന്നങ്ങൾ വിഭാവനം ചെയ്യുന്ന എന്താണ്, ഒരു വ്യക്തിക്ക് ആരോഗ്യം നേടാനും നഷ്ടപ്പെടാതിരിക്കാനുമാണ്. അപ്പൊ നമുക്കറിയാം വെൽനസ് മേഖലയിൽ ഇന്ന് ഏറ്റവും ഈ ഒരു വെൽനസ് മേഖല അധികാരമായിട്ടുള്ള ഒരു ഇന്ത്യൻ ബ്രാൻഡ് നമ്മളെ കൂടെ ഉണ്ട്. നമ്മൾക്ക് ഇന്നത്തെ ജീവിത രീതിയും ആസ്വദിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ഭക്ഷണ രീതിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ആരോഗ്യം ആസ്വദിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു സൂപ്പർ പവർഫുൾ ബ്രാൻഡ് ഇറ്റ്സ് വെസ്റ്റീജ്. വെസ്റ്റീജ് ഒരു കാറ്റഗറി നമുക്ക് ഒത്തിരി പ്രോഡക്റ്റുകൾ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ള ഏറ്റവും സൊല്യൂഷൻ എന്താ ചെയ്യുക, ഒന്ന് നമുക്ക് ഫുഡിനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ആണ്. പക്ഷെ ഇന്ന് നമ്മൾക്ക് ജീവിത സാഹചര്യം, നമുക്കറിയാം ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഇതിന് നമുക്ക് എതിരായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ശരിയായ രീതിയിൽ ആ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ത് ചെയ്യുന്നത്, നമുക്ക് ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത്. ജീവിതശൈലി നമുക്ക് ഒരിക്കലും മാറ്റാൻ സാധിക്കൂല. പക്ഷെ അതിലൂടെ വന്ന പോരായ്മകൾ നമുക്ക് എന്ത് ചെയ്യാം, നികത്തി കൊടുക്കാം. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ആരോഗ്യം നേടിയെടുക്കാം. ആ പ്രശ്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അതിജീവിക്കുകയും ചെയ്യാം.
അത് നമുക്ക് വെസ്റ്റീജ് തരുന്ന ഏറ്റവും സൂപ്പർ പവർഫുൾ ആയ ഒരു പ്രോഡക്റ്റ് ആണ് വെസ്റ്റീജ് ടോക്സ് ക്ലീൻ എന്നുള്ളത്. നമുക്കറിയാം നമ്മളെ ഗട്ടില് ചെറുകുടലിലും വൻകുടലിലും ഒരുപാട് വേസ്റ്റ് അടിഞ്ഞു കൂടിയിട്ട് നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. നമ്മളെ കഴിഞ്ഞ ദിവസം നമ്മളൊരു വെൽനസ് എക്സ്പേർട്ടിന്റെ സെഷനിൽ നമ്മൾ കേട്ടതാണ്. നമുക്കറിയാം കുറച്ച് ചെറുപ്പക്കാരൊക്കെ കുറച്ച് ആളുകൾ പെട്ടെന്ന് മരണപ്പെട്ടു. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അവരെ ഓർഗൻസും മറ്റു ഓർഗൻസ് ഒക്കെ ഹെൽത്തി ആയിരുന്നു. പക്ഷെ അവരെ ഗട്ട് റിലേറ്റഡ് ആയ കാര്യങ്ങൾ ചെക്ക് ചെയ്തപ്പോഴാണ് ചെക്ക് ചെയ്ത വ്യക്തിയെ ഞെട്ടിപ്പോയത്. കാരണം അവിടെ 10 കിലോ മുതൽ 16 കിലോ വരെ വേസ്റ്റ് അടിഞ്ഞു കൂടിയിരുന്നു എന്നുള്ളതാണ്. ഇതിനൊക്കെ കാരണം എന്താണ്? നമ്മളെ ഇറഗുലർ ഫുഡ് ഹാബിറ്റ് ആണ്. നമ്മളൊരു ഭക്ഷണം കഴിച്ച് അടുത്ത അത് ദഹനം നടക്കുന്നതിന് മുന്നേ വീണ്ടും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ സംഭവിക്കുന്നത്? ആ ഒരു പാതി ദഹനം നടന്ന ഭക്ഷണം എന്ത് ചെയ്യും? പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യില്ല. അപ്പൊ നമ്മളെ എന്ത് ചെയ്യും? നമ്മളെ കുടലില് വെല്ലീസ് എന്നുള്ളതുണ്ട്. ആ നാരുകള് നിങ്ങൾ ആ പിക്ചറിൽ കാണുന്നുണ്ടാവും. കുടലിനകത്തുള്ള നാരുകള് ആ ഒരു പാതി ദഹനം നടന്ന ഫുഡ് ഐറ്റംസ് എന്ത് ചെയ്യും? ഈ നാരുകളുടെ ഇടയിൽ എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ആവും. നമുക്ക് ഈ നാരുകൾ ഒത്തിരി ധർമ്മങ്ങൾ നടത്തുന്നുണ്ട്. ഈ നാരുകളാണ് നമ്മളെ ഭക്ഷണം ദഹനം നടത്തുന്നത്. അത് ശരിയായ പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നതൊക്കെ, അത് ശരി ബ്ലഡിലേക്ക് എത്തിക്കുന്നതൊക്കെ ഈ വെല്ലീസ് എന്നുള്ള നാരുകളാണ്. അപ്പൊ ഈ നാരുകൾ ഇടയിൽ പോയിട്ട് എന്ത് ചെയ്യും? ഈ അയൻഡൈസ്ഡ് ഫുഡുകളൊക്കെ എന്ത് ചെയ്യും? പോയി ഇരിക്കുന്നുണ്ടാവും. അതോടുകൂടി അവിടെ ഡിപ്പോസിറ്റ് എന്ത് ചെയ്യും? അതിന്റെ ഫംഗ്ഷൻസിനെ അത് എഫക്ട് ചെയ്യും. അവിടെയാണ് ശരിയായ പല രീതിയിലും മലബന്ധം കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അത് ഫംഗ്ഷൻ ചെയ്യാതാവുമ്പോൾ എന്ത് ചെയ്യും? നമ്മളെ ഒരു പെരിസ്റ്റാലിക് മൂവ്മെന്റ് ഉണ്ട്. നമ്മൾ ആ കുടലിലൂടെ ഒക്കെ ആ ഫുഡും കാര്യങ്ങളൊക്കെ പോകുന്ന, ഇപ്പൊ പാമ്പ് ഇര വിഴിഞ്ഞാൽ ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ, ആ ഒരു മൂവ്മെന്റിനൊക്കെ തടസ്സം വരുത്തും അത്. അപ്പൊ ഇത്തരം നമ്മളെ സംബന്ധിച്ച് പഴമക്കാരൊക്കെ സംബന്ധിച്ചിട്ട് അവര് മാസത്തിലൊരിക്കലോ നമുക്കറിയാം അവര് ആവണക്കെണ്ണ പോലുള്ളതൊക്കെ ഒഴിച്ച് ഒന്ന് ഗട്ടിനെ ക്ലീൻ ആക്കിയിരുന്നു, വയറിളക്കിയിരുന്നു, ഒന്ന് ശുദ്ധിയാക്കിയിരുന്നു. നമ്മളെ സംബന്ധിച്ചിട്ട് ഇന്ന് ഈ ഒരു പ്രസന്റേഷൻ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ എത്ര ആളുകൾ ഇന്ന് മാസത്തിലോ അല്ലെങ്കിൽ 3 മാസത്തിലോ ഒരിക്കലോ അത്തരത്തിലൊരു പ്രോസസ് ചെയ്യുന്നുണ്ട്? നമ്മളൊരു വാഹനം വാങ്ങിച്ചാൽ എന്ത് ചെയ്യും? അത് ചിലപ്പോൾ 2000 കിലോമീറ്റർ ഓടിയാൽ നമ്മൾ കൊണ്ടുപോയി സർവീസ് ചെയ്യും, അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷെ നമ്മളെ ഓവറോൾ ഹെൽത്തിനെ ആ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ഗട്ടിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതിനൊരു സർവീസും നമ്മൾ ഇന്ന് കൊടുക്കുന്നില്ല. ഇവിടെ ആ ഒരു വൻകുടലിനും ചെറുകുടലിനൊക്കെ ശരിയായ രീതിയിൽ സർവീസ് ചെയ്യാന്നുള്ള ഒരു ഉദ്യമത്തോടു കൂടിയാണ് വെസ്റ്റീജ് ടോക്സ് ക്ലീൻ എന്നുള്ള പ്രോഡക്റ്റ് ചെയ്യുന്നത്. അത് ചെയ്യുന്നത് ഡിറ്റോക്സിഫിക്കേഷൻ തന്നെയാണ്. നമ്മളെ കുടലിലുള്ള കംപ്ലീറ്റ് മാലിന്യങ്ങളെ, ചെറുകുടലിലും വടുകളിലും ഉള്ള മാലിന്യങ്ങളൊക്കെ എന്ത് ചെയ്യും? പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യും? പുറന്തള്ളുന്നുണ്ടാവും. നമുക്കത് ലൂസ് മോഷൻ ആയിട്ടോ കാര്യങ്ങളായിട്ടല്ല, നോർമലായിട്ട് പോകുന്ന ആ ഒരു ശോധന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? പ്രോപ്പർ ആവും. അതോടൊപ്പം തന്നെ ആ വേസ്റ്റുകളെ പയ്യെ എന്ത് ചെയ്യും? പുറന്തള്ളുന്നു. അതോടുകൂടി എന്താ ചെയ്യുന്നത്? നമ്മളെ ആ ഒരു ഡൈജസ്റ്റീവ് ഹെൽത്തിനെ നമുക്ക് പ്രോപ്പറായി കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ആ ഒരു വേസ്റ്റ് കാര്യങ്ങളൊക്കെ പോയാൽ നമ്മളെ സ്കിന്നിനെ നമുക്ക് ഹെൽത്തി ആക്കാൻ, ഗ്ലോ ആക്കാൻ സാധിക്കുന്നുണ്ടാവും. അതോടൊപ്പം നമ്മളെ ഇമ്മ്യൂണിറ്റിയെ, രോഗപ്രതിരോധ ശേഷിയെ നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം വെയിറ്റ് മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ലിവർ ഹെൽത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലിവറിന് അത് ഒരുപാട് സപ്പോർട്ടീവ് ആണ്. നമുക്കറിയാം ഒത്തിരി മാലിന്യങ്ങളൊക്കെ നമ്മളെ ബോഡിയിൽ എത്തിയാൽ അത് ശരിയായ രീതിയിൽ ലിവറാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ ന്യൂട്രലൈസ് ചെയ്ത് എന്ത് ചെയ്യുന്നത്? കിഡ്നിയിലേക്ക് പാസ് ചെയ്യുന്നത്. കിഡ്നിയാണ് അത് പുറന്തള്ളുന്നത്. അപ്പൊ ലിവറിന് അത്തരത്തിൽ ആ ലോഡ് കുറയുന്നതോട് കൂടി എന്ത് ചെയ്യും? അതിന്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മളെ എനർജി ലെവല് അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. നമ്മളെ ഓവറോൾ ഹെൽത്ത്, നമുക്ക് നമ്മൾ ഒരു ജോലി ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഇന്ന് ജോലി ചെയ്ത് കുറച്ച് പാതിയാവുമ്പോൾ തന്നെ ക്ഷീണം, തളർച്ച പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വൈകിട്ടായാലും ഫുൾ എനർജി എക്സൈറ്റ്മെന്റ് കൂടി നമുക്ക് നിലനിൽക്കാൻ സാധിക്കുന്നുണ്ടാവും. അതോടൊപ്പം ബ്ലഡിന്റെ പ്യൂരിഫിക്കേഷൻ, രക്തത്തിന്റെ ശുചീകരണം കൂടിയും ടോക്സ് ക്ലീൻ എന്നുള്ള പ്രോഡക്റ്റ് നമുക്ക് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം എക്സ്പെർട്ടൊക്കെ ആ പ്രൊഡക്റ്റുകളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിലെ ഇൻഗ്രീഡിയൻറ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. നമുക്കറിയാം നമ്മളെ ഓരോ പ്രൊഡക്റ്റിന്റെ ഇൻഗ്രീഡിയന്റ് പറഞ്ഞാൽ ആളുകൾ അതെന്ത് ചെയ്യും? ഈസി ആയിട്ട് അത് കൺസ്യൂം ചെയ്യും, വാങ്ങിക്കും. നമുക്ക് പുറത്ത് കിട്ടുന്ന പല സൊല്യൂഷൻ മരുന്നുകളെ ഇൻഗ്രീഡിയന്റ് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഭാഗത്തേക്കേ പോകില്ല. അപ്പൊ ഇവിടെ ഇൻഗ്രീഡിയന്റ് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ കിട്ടുന്ന വിഭാഗം പുറത്തു കൂടിയാണ് നമ്മൾ വെസ്റ്റീജിന്റെ. അപ്പൊ നമ്മൾ ആരോഗ്യം വേണമെന്ന ഒരു വ്യക്തി ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ത് ചെയ്യാ? നമ്മൾ ഡീറ്റോക്സൈ ചെയ്യാന്നുള്ളതാണ്. നമ്മളെ ഗട്ടിനെ ഇതിനെല്ലാം ഡീറ്റോക്സൈ ചെയ്യുക. ടോക്സിൻ എന്നുള്ള പ്രൊഡക്റ്റ് എന്ത് ചെയ്യാം? നമ്മൾ എന്ത് ചെയ്യുക? എടുക്കുക എന്നുള്ളതാണ്. ആദ്യം കയ്യിലെടുക്കുക. രാവിലെ ഒരു 2 എണ്ണം കഴിക്കുക. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഒരു 2-3 ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ടാവും. നമുക്കറിയാം ആ മോശം ഇപ്പോ ചെറുകുടലിലൊക്കെ ഉള്ള വേസ്റ്റിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരു ടൈറ്റ് ഒക്കെ ഫീൽ ചെയ്യും. അത് വൻകുടലിൽ ഉള്ള കാര്യങ്ങളാണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യും? അത് ഈസി ആയിട്ട് പോകുന്നുണ്ടാവും. നമുക്ക് ഇത് കഴിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ലൂസ് മോഷൻ ആയിട്ട് നമ്മൾ ജോലിക്ക് പോവാതിരിക്കുന്ന കണ്ടീഷനൊന്നും അവിടെ ഉണ്ടാവുന്നില്ല.
അത് നമ്മൾ പോകുന്ന തന്നെ പ്രോപ്പർ ആയിട്ട് പോകുന്ന വെച്ചാൽ നിങ്ങൾക്ക് ടോക്സിനൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ ആ ഒരു ടോയ്ലറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് നമ്മളോട് തന്നെ അല്പം വെറുപ്പ് തോന്നുന്ന ഒരു കണ്ടീഷനൊക്കെ ആവും. ആ അടിഞ്ഞു കൂടി കിടക്കുന്ന ടോക്സിൻസ് ഒക്കെ പുറന്തള്ളുമ്പോഴുള്ള ആ ഒരു സിറ്റുവേഷൻ. അപ്പൊ നമുക്കൊരു 3 മാസം കൂടുമ്പോഴേലും എന്ത് ചെയ്യാം, ഒരു കോഴ്സ് നമ്മൾ ടോക്സ് ക്ലീൻ എടുക്കുകയാണെങ്കിൽ അത് നമ്മളെ ഗട്ടില് അടിഞ്ഞു കൂടുന്ന മാലിന്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ശരിയായ രീതിയിൽ പുറന്തള്ളാൻ സാധിക്കുന്നുണ്ടാവും. അവിടെ ആ ഗട്ടിൽ അത് അടിഞ്ഞു കൂടിയാലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, അതിന്റെ അനന്തര ഫലമായിട്ടാണ് നമുക്ക് അടുത്തൊരു പ്രശ്നം നടന്നത്. ഹെർണിയ പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ഒരു കാരണം നമ്മളെ കുടലിന് ലോഡ് കൂടുന്നോണ്ടാണ്. കുടലിന് ലോഡ് കൂടിയാൽ എന്ത് ചെയ്യും, അത് താങ്ങി നിൽക്കുന്ന ഒരു ബ്ലാഡർ ഉണ്ട്. ആ ബ്ലാഡറിന് താങ്ങി നിൽക്കാൻ കപ്പാസിറ്റി ഇല്ലാതാവുമ്പോൾ എന്ത് ചെയ്യും, അതിലൂടെ പുറത്തേക്ക് തള്ളുന്ന കണ്ടീഷൻ വരും. അവിടെയാണ് ഹെർണിയ തുടങ്ങുന്നത്. അത് അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ വന്നാൽ എന്ത് ചെയ്യും, അതിനെ ശരിയായ രീതിയിൽ ബാലൻസ് ചെയ്യാൻ ചിലപ്പം നമ്മൾ ആ ബ്ലാഡറിനുള്ള ന്യൂട്രിയൻസിനെ ഇതിനൊക്കെ വലിച്ചെടുത്തിട്ട്, അതല്ലെങ്കിൽ നമ്മളെ ഭക്ഷണത്തിൽ വേണ്ട രീതിയിൽ പ്രോട്ടീനോ കാര്യങ്ങളോ ഇല്ലെങ്കിലും ഈ ബ്ലാഡറിന്റെ കപ്പാസിറ്റി കുറഞ്ഞാലും എന്ത് ചെയ്യും, കുടൽ അതിലൂടെ എന്ത് ചെയ്യും, താഴേക്ക് ഇറങ്ങുന്ന കണ്ടീഷൻ വരും. ഇന്ന് സർജറി എന്നുള്ള രീതിയിലേക്ക് വരുന്നത് എന്താണ്, അവിടെ നെറ്റ് വെക്കുക എന്നുള്ള കണ്ടീഷൻസ് ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ പ്രോപ്പറായിട്ട് അതിന്റെ വെയിറ്റ് ഒക്കെ ശരിയായ രീതിയിൽ ബാലൻസ് ചെയ്യാൻ എന്ത് ചെയ്യും, നമ്മളെ ടോക്സിൻ സഹായിക്കുന്നുണ്ടാവും. അപ്പൊ ഹെർണിയ പ്രശ്നം കാര്യങ്ങളുള്ള ആളുകൾക്കും അതൊരു സപ്പോർട്ടീവ് ആണ്. ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് അത്തരത്തിൽ ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ട് അപാരമായ റിസൾട്ട് ഒക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഗട്ട് ഹെൽത്തൊക്കെ ഓക്കെ ആക്കിയാൽ തന്നെ അവർക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കണ്ടീഷൻ ആ തള്ളി വരുന്നതിനൊക്കെ ഒരുപാട് അവർക്ക് ആശ്വാസം കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം ബാക്കി പ്രോസസ്സ് കൂടി ചെയ്ത് അവർ ഇന്ന് ഹെൽത്തി ആയിട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ടോക്സ് ക്ലീൻ നമ്മളെ ആ ഒരു ഗട്ടിന് അതോടൊപ്പം തന്നെ ബോഡിയുടെ ഒക്കെ ടോട്ടൽ ബോഡി എന്ത് ചെയ്യുക, ഒന്ന് ക്ലെൻസ് ചെയ്യാൻ വേണ്ടി ഇന്ന് നമ്മൾ ഓരോരുത്തരും കയ്യിലെടുക്കേണ്ട പ്രോഡക്റ്റ് ആണ്. അത് കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഒന്ന് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് ആണ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് ചുടുവെള്ളത്തിലോ എന്ത് ചെയ്യാം, അതിന്റെ ക്യാപ്സ്യൂൾ ഊരിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞത് ആദ്യം ക്യാപ്സ്യൂൾ 2 ചെറിയ കുറച്ച് വെള്ളത്തിൽ കഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ചുടുവെള്ളം കുടിക്കണം എന്ന് പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ പോയി അത് റിലീസ് ആയതിനു ശേഷം നമ്മൾ ചുടുവെള്ളം കുടിക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് എഫക്ട് കിട്ടും. നിങ്ങൾ ഡയറക്റ്റ് ചുടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിലും പ്രശ്നമില്ല, ടേസ്റ്റ് പറ്റുകയാണെങ്കിലും അത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, നിങ്ങളെ കൺവീനിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഒരു ഗട്ടിലുള്ള ഈ മാലിന്യങ്ങളാണ് ശരിയായ രീതിയിൽ നമുക്ക് പല പിമ്പിൾസും പല രീതിയിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. മുടി കൊഴിച്ചിലും താരനും കാര്യങ്ങളും ഒക്കെ വരുന്ന ഈ കണ്ടീഷനാണ്. ഇപ്പൊ നമുക്കറിയാം, ഈ ഇത്തരം ടോക്സിൻ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് താരനായിക്കോട്ടെ പല പ്രശ്നങ്ങളും ആ സമയത്ത് തന്നെ വിട്ടുമാറുന്നുണ്ട്. അതിൽ ആ വേസ്റ്റ് അടിഞ്ഞു കൂടിയുള്ള കണ്ടീഷനിൽ. അപ്പോൾ ഒരുപാട് ബെനിഫിറ്റ് തരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളെ ഈ ഒരു ടോക്സ് ക്ലീൻ. അതോടൊപ്പം തന്നെ നമ്മളെ വിരശല്യങ്ങള്, ഇന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് വിരശല്യം. അതെന്ത് ചെയ്യും, നമ്മൾ കഴിക്കുന്ന ഫുഡിനും കാര്യങ്ങള് അവർ ഉപയോഗപ്പെടുത്തും, അവർ ഗ്രോ ചെയ്യും. ഇതിനൊക്കെ ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ടോക്സ് ക്ലീൻ എന്നുള്ള പ്രോഡക്റ്റ് എഫക്റ്റീവ് ആണ്. അപ്പോൾ ശരിയായ രീതിയിൽ നമ്മൾ ആ ടോക്സിസിറ്റി ഏറ്റവും നമ്മളെ ഡീടോക്സ് ചെയ്ത് നമ്മളെ ബോഡി ഒന്ന് ക്ലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എന്ത് ചെയ്തു, ആ ഒരു സാഹചര്യം നമ്മൾ ഒരുങ്ങാണ്. അതിന് ശേഷം നമ്മൾ കയ്യിലെടുക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളെ ബോഡിയെ ശരിയായ രീതിയിൽ ആൽക്കലൈ ചെയ്യാന്നുള്ളതാണ്. ആൽക്കലൈൻ ബോഡിയിലാണ് നമ്മളെ കുടലിലുള്ള നല്ല ബാക്ടീരിയാസ് ഫങ്ഷൻ ചെയ്യുന്നതൊക്കെ. ശരിയായ രീതിയിൽ അതിന് നമുക്ക് വെസ്റ്റീജ് എക്സലന്റ് ഒരു പ്രോഡക്റ്റ് ആണ് വെസ്റ്റീജ് CMD എന്നുള്ളത്. റിച്ച് സോഴ്സ് ഓഫ് എസെൻഷ്യൽ മിനറൽസ് ആണ്. നമ്മൾ ശരിയായ രീതിയിൽ നമ്മളെ ബോഡീനെ ആ ആൽക്കലൈ ചെയ്യുന്നത് മിനറൽസ് ആണ്. നമുക്കൊരു ദിവസം 60-ലധികം മിനറൽസ് കിട്ടണം. ഇന്ന് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൂടെയും മറ്റേതിലൂടെ ഒക്കെ ആയിട്ട് നമുക്ക് ആ കിട്ടുന്നത് 10-18 കിട്ടിയാലായി എന്നുള്ള കണ്ടീഷനാണ്. അപ്പൊ ശരിയായ മിനറൽസ് കിട്ടിയാൽ എന്ത് ചെയ്യും, അത് ബോഡിയെ ശരിയായ രീതിയിൽ ഫങ്ഷൻ ആൽക്കലൈസ് ചെയ്യുന്നുണ്ടോ. ആൽക്കലൈൻ ബോഡിയിൽ അസുഖം ഉണ്ടാവില്ല എന്നുള്ളതാണ്. എല്ലാ ഫങ്ഷൻസും പ്രോപ്പർ ആയിട്ട് നടക്കും. അപ്പൊ മിനറൽസ് ഇല്ലാത്ത ഒരു ആൽക്കലൈൻ അല്ലെങ്കിൽ അസിഡിക്കിലേക്ക് മാറും. ഈ അസിഡിക് ബോഡിയിൽ ഒരു ഫംഗ്ഷൻ നടക്കൂല. അപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ക്ലാസ്സിൽ അധ്യാപകൻ ഇല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും, കുട്ടികള് മൊത്തത്തില് ബഹളവും കാര്യങ്ങളാവും. അത് നല്ല രീതിയിൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ വരെ എന്ത് ചെയ്യും, അത് എഫക്ട് ചെയ്യും. അപ്പൊ അത്രയൊരു കണ്ടീഷനിൽ പോയാൽ നമ്മളെ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഓർഗൻസിനെ വരെ എന്ത് ചെയ്യും, അത് എഫക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമുക്കറിയാം ഫാറ്റ് മെറ്റബോളിസം, കൊഴുപ്പിന്റെ ദഹന പ്രവർത്തനവും അതിന്റെ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ നടക്കാതാകുമ്പോൾ എന്ത് ചെയ്യും, ഒബേസിറ്റി വരുന്നുണ്ടാവും. ചില ആളുകളെ സംബന്ധിച്ച് ചില ആളുകൾക്ക് എത്ര ഫുഡ് കഴിച്ച് തടി കുറയ്ക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു നേരം ആകെ ഒരു ദിവസത്തിൽ ഒരു നേരം അവർ ഫുഡ് കഴിക്കുന്നുണ്ടാവുള്ളൂ. അത് ചിലപ്പോൾ 1-2 ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ഫുഡുകളൊക്കെ ആവാം. പക്ഷെ അവർ തടി കുറയുന്നില്ല കണ്ടീഷൻ ഉണ്ടാവും. ഇതിനൊക്കെ കാരണം ബോഡി അസിഡിക് ആയതുകൊണ്ട് ആ ഒരു ഫാറ്റ് മെറ്റബോളിസം നടക്കാത്തതുകൊണ്ടാണ്. ഇതൊക്കെ ശരിയായ രീതിയിൽ നടക്കണമെങ്കിൽ എന്ത് വേണം, ഗട്ട് ഹെൽത്തുള്ള ബാക്ടീരിയാസ് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യണം. അവർ പെർഫോം ചെയ്താൽ ഇതൊക്കെ നടക്കുള്ളൂ. അപ്പൊ അവിടെ അത്തരം കണ്ടീഷൻ നടക്കാതിരുന്ന സംഭവിക്കുക എന്താണ്, അത് ഫാറ്റ് അടിഞ്ഞു കൂടും. പല രീതിയിലെ കൊളസ്ട്രോൾ മുഴകളായിട്ടും ഒക്കെ കാണുന്നുണ്ടല്ലോ. ഫാറ്റി ലിവർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതോടൊപ്പം ഈ ഒബേസിറ്റി എന്തൊക്കെ കാര്യങ്ങളെ കണക്ട് ചെയ്യാം.
നെക്സ്റ്റ് വരുന്നതാണ് ഡീഹൈഡ്രേഷൻ. ഹൈഡ്രേറ്റ് ആയി നിലനിൽക്കണം. മിനറൽസ് ആണ് ഇത് ചെയ്യുന്നത്. ഡീഹൈഡ്രേറ്റ് ആയാലോ നമ്മളെ ബ്രെയിൻ ഹെൽത്തിനാണ് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത്. ഇതിനാഴ്ചയൊക്കെ ഇപ്പൊ സോഡിയം പൊട്ടാസ്യം ഒക്കെ മിനറൽസ് ആണ്. ഇതൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ആ വ്യക്തിക്ക് ഒരു മെമ്മറിയോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ ശരിയായ രീതിയിൽ ആ മിനറൽസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അത് ശരിയായ രീതിയിൽ കൊടുത്താലോ ബ്രെയിൻ ഹെൽത്ത് ഒക്കെ നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടാവും. നെക്സ്റ്റ് നമ്മളെ ജോയിന്റ്സ് ആൻഡ് മസിൽ ഹെൽത്ത്. നമ്മളെ ജോയിന്റുകളും മസിലുകളും പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ബോഡി ശരിയായ രീതിയിൽ ആൽക്കലി ആവണം. അപ്പൊ നമ്മളെ ബോഡി ആൽക്കലിയിൽ നിന്ന് അസിഡിക്കിലേക്ക് മാറുന്ന സമയത്ത് അതിൽ ന്യൂട്രൽ പി എച്ച് നിലനിർത്തുന്നതാണ് നമ്മളെ ബ്ലഡ്. അതിന്റെ പി എച്ച് ന്യൂട്രലാണ്. ഈ ന്യൂട്രൽ പി എച്ച് ഉള്ള ബ്ലഡിലാണ് ശരിയായ രീതിയിൽ ഓക്സിജന്റെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ നടക്കുക. നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഓക്സിജൻ ശരിയായ രീതിയിൽ പാസ് ചെയ്യുള്ളൂ. ആ ബ്ലഡ് അസിഡിക് ആയാലോ ശരിയായ രീതിയിൽ ഓക്സിജൻ പ്രോപ്പർ ആയിട്ട് എത്തുന്നുണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്ത് എനർജി ലെവൽ താഴത്തേക്ക് പോകുന്നുണ്ടാവും. ചിലപ്പം കുഴഞ്ഞു പോകുന്ന കണ്ടീഷനൊക്കെ നമുക്ക് സംഭവിക്കാം. ഇപ്പൊ ഫുട്ബോൾ കോർട്ടിലൊക്കെ ചില ആളുകൾ കുഴഞ്ഞു പോകുന്നതിന്റെ ചെറിയ റീസൺ എന്താണ്? ആ ഒരു അസിഡിക് ബോഡി ആകുമ്പോൾ ബ്ലഡിൽ വേണ്ടില്ല ഓക്സിജൻ ഇല്ലാതെ അവർ ഓടി കളിക്കുമ്പോൾ എന്ത് ചെയ്യും? ചിലപ്പം ആവശ്യത്തിന് ഓക്സിജൻ കിട്ടൂല. അപ്പൊ എന്ത് ചെയ്യും? തളർന്നു വീഴും. അപ്പൊ ഈ ഒരു കണ്ടീഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി ശരീരം ചെയ്യുന്ന ചില പൊടിക്കൈകളാണ് നമ്മളെ ജോയിന്റ് പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്. ഇപ്പൊ ഡിസ്ക് ബൾജിങ് ആയിട്ടും പല പ്രശ്നങ്ങളായിട്ടും ജോയിന്റ് റിലേറ്റഡ് ആയ പ്രശ്നങ്ങളായിട്ടും ഇപ്പൊ നമുക്കറിയാം പഴമക്കാര് കിണർ വെള്ളത്തിലൊക്കെ ഇത്തിളിടുമായിരുന്നു. ആ വെള്ളം അസിഡിക് ആയി മാറുന്ന സമയത്ത് അമ്ല സ്വഭാവത്തിലേക്ക് മാറിയാൽ എന്ത് ചെയ്യും? അവർ ക്ഷാരം ചേർത്ത് കൊടുക്കും. ഒരു അമ്ലവും ക്ഷാരവും ചേർന്നാൽ അത് ന്യൂട്രൽ ആയി എന്ന് പറയും. അപ്പൊ ശരീരം ആ ബ്ലഡിനെ ന്യൂട്രൽ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മളെ ജോയിന്റ്സ് നിന്നും മസിൽസ് നിന്നും ഒക്കെ എന്ത് ചെയ്യും? മാക്സിമം മിനറൽസും ഇതൊക്കെ വലിച്ചെടുക്കും. അതോടുകൂടിയാണ് അതിന്റെ സ്ട്രെങ്ത് നഷ്ടപ്പെടുന്നത്. ഞാൻ പറഞ്ഞു നമ്മളെ കുടലിൽ താങ്ങി നിന്ന ബ്ലാഡറിനാണ് ഇത് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ സ്ട്രെങ്ത് കുറയും. അത് ഫംഗ്ഷൻ ചെയ്യില്ല. അത് ഹെർണിയയിലേക്ക് നയിക്കും. നമ്മളെ ജോയിന്റുകളുടെ ഫ്ലൂയിഡ് നിന്നൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഫ്ലൂയിഡ് ഡ്രൈ ആവും. അതിന്റെ ഡാമേജ് ഉണ്ടാക്കും. നമ്മളെ എല്ലിന്നൊക്കെ കാൽസ്യം ഒക്കെ വലിച്ചെടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അത് ഓസ്റ്റിയോപൊറോസിസ് ഓസ്റ്റിയോആർത്രൈറ്റിസ് ഉള്ള കണ്ടീഷനിലേക്ക് മാറുന്നുണ്ടാവും. അപ്പൊ വലിയ ഡിസ്ക് ബൾജിങ്ങും പ്രശ്നങ്ങളും സ്കോളിയോസിസും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലേക്കൊക്കെ നയിക്കുന്നുണ്ടാവും. നെക്സ്റ്റ് നമുക്കറിയാം ഹെൽത്തി ഡൈജഷൻ. ശരിക്കും ആ ആൽക്കലിൻ ബോഡിയിലാണ് നല്ല ബാക്ടീരിയ ഉണ്ടാവുന്നത്. അവിടെയാണ് പ്രോപ്പർ ആയിട്ട് ഡൈജഷൻ ഒക്കെ നടക്കുക. അതോടൊപ്പം തന്നെ നമുക്കറിയാം ബാലൻസ് ആ പി എച്ച് ലെവല്. അതോടൊപ്പം തന്നെ സ്കിൻ ആൻഡ് ഹെയർ. ശരിക്കും ആ മുടി കൊഴിച്ചിലും നമ്മുടെ സ്കിന്നിന്റെ ഗ്ലോയും കാര്യങ്ങളൊക്കെ നിലനിർത്തുന്നത് ആ ഒരു ആൽക്കലൈൻ ബോഡിയാണ്. അതോടൊപ്പം ബൂസ്റ്റ് ഓഫ് ഓവറോൾ വെൽനസ്. നമുക്കറിയാം ഇന്ന് വിരാട് കോഹ്ലിയെ പോലുള്ള ആളുകളൊക്കെ 70 മിനറൽസ് ഉള്ള വെള്ളം കുടിക്കുന്നുണ്ട്. അത് ബ്ലാക്ക് ആൽക്കലൈൻ വാട്ടർ 1 ലിറ്ററിന് 4000 രൂപയാണ്. വൈറ്റ് അവര് ഇറ്റലിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന വെള്ളത്തിന് ലിറ്ററിന് 70 മിനിറ്റ്സിലേന് ഏകദേശം 600 രൂപയാണ്. ഞാൻ പറഞ്ഞു വെള്ളം നമ്മൾ കുടിക്കേണ്ടത് 20 കിലോ തൂക്കമുള്ള ഒരാള് 1 ലിറ്റർ 40 ആണെങ്കിൽ 2, 60 ആണെങ്കിൽ 3 ലിറ്റർ. അപ്പൊ 3 ലിറ്റർ വെള്ളം നമ്മളിതിൽ എത്ര ആൾക്ക് 600 രൂപ കോസ്റ്റ് കൊടുത്തിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് 3 ലിറ്റർ വെള്ളം വാങ്ങിച്ചു കുടിക്കാൻ പറ്റും? ആ ഹെൽത്തിന് വേണ്ടിയുള്ള നമുക്ക് ഒരിക്കലും അത് പോസിബിൾ അല്ല. ഇവിടെയാണ് വെസ്റ്റ് നമുക്ക് തരുന്ന CMD എന്നുള്ള പ്രോഡക്റ്റിന്റെ ഏറ്റവും ബെസ്റ്റ് റോള്. നമുക്കറിയാം ഈ ഒറ്റ ബോട്ടിൽ അതൊരു കോൺസെൻട്രേറ്റഡ് ആണ് മിനറൽസിന്റെ 84 മിനറൽസിന്റെ ഒരു പഞ്ചാണത്. നമുക്കറിയാം 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ 7 ഡ്രോപ്പ് CMD ആഡ് ചെയ്താൽ നമുക്ക് 84 മിനറൽസ് ഉള്ള ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആൽക്കലൈൻ വാട്ടർ കിട്ടുന്നുണ്ടാവും. നിങ്ങൾക്ക് എന്നെ കാണാനുണ്ടല്ലോ അല്ലെ രാജി സാർ? ഓക്കെ, ഞാൻ ജസ്റ്റ് നമ്മുടെ CMD എങ്ങനെയാണ് നമ്മളെ ബോഡിയെ ആൽക്കലൈ ചെയ്യുന്നുള്ള ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ എടുത്ത ക്ലാസ് കാണാനുണ്ടല്ലോ അല്ലെ? കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. പച്ചവെള്ളം ഞാൻ ആഡ് ചെയ്തു. ഇതിലേക്ക് ഞാൻ pH ഇൻഡിക്കേറ്റർ ഇടാണ്, ഒഴിക്കുകയാണ്, ആഡ് ചെയ്യാണ്. ഇതാണ് pH സൊല്യൂഷൻ. കാണുന്നുണ്ടല്ലോ അല്ലെ? pH സൊല്യൂഷൻ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് കളറാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്? ഈ ചാർട്ടിലുള്ള ഏത് കളറിനോടാണ് ഇതിന് സാമ്യം? ഇത് അസിഡിക് ആണ്. ഈ വെള്ളത്തിൽ നമ്മുടെ ശരീരത്തിന് ഗുണകരമായ യാതൊരുവിധ മിനറൽസും ഇല്ല. ഈ വെള്ളം നമ്മൾ കുടിച്ചാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് അറിയാം. നമുക്കറിയാം ഇന്ന് നമ്മള് ആർത്തി സാറേ കൈയൊന്ന് ഉയർത്തി പിടിക്കൂ. ഇപ്പോഴും കാണും. ഓക്കെ അല്ലേ? ഇപ്പൊ ഏതാണ് ആ ചാർട്ടിൽ ഏതാണ് കാണുന്നത്? ഇത് പ്യൂർ അസിഡിക് ആണ്. അപ്പൊ മുഖത്തിന്റെ സൈഡ് ഓക്കെ, ചാർട്ട് സ്ക്രീനിൽ ഉണ്ടല്ലോ. നിങ്ങൾ ജസ്റ്റ് ആ കളർ ഒന്ന് മാച്ച് ചെയ്താൽ മതി ഏതാണ് എന്നുള്ളത്.
നെക്സ്റ്റ് നമ്മൾക്കറിയാം പെപ്സിയിലും കോളയിലൊക്കെ സെവനപ്പിലൊക്കെ സോഡയിലൊക്കെ എള്ളിട്ട് വെച്ചാൽ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുക? ഇത് സെവനപ്പാണ്, കാണുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ സെവനപ്പ് ഒരു ക്ലാസ്സിലേക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്കും pH സൊല്യൂഷൻ ആഡ് ചെയ്യാണ്. എന്താണ് സംഭവിച്ചിട്ടുള്ളത്? എന്റെ ഇടത് കയ്യിലുള്ളത് വെള്ളത്തിൽ ആഡ് ചെയ്താണ്, മറ്റേത് സെവനപ്പിൽ ആഡ് ചെയ്താണ്. അത് ഹൈലി അസിഡിക് ആണ്. അപ്പൊ ആ അത്ര ഹൈലി അസിഡിക് ആയിട്ടുള്ളത് നമ്മളെ ബോഡിയിലേക്ക് എത്തിയാൽ എന്ത് ചെയ്യും? ഫാസ്റ്റ് ആയിട്ട് ഇപ്പൊ പെപ്സിലും കോളയിലൊക്കെ എല്ലിട്ട് വെച്ചാൽ ദ്രവിച്ചു പോകും. ഇതേപോലെ മാക്സിമം എല്ലൊന്നും മസിൽസിനും എന്ത് ചെയ്യും? കാൽസ്യം കാര്യങ്ങളും മിനറൽസ് ഒക്കെ എന്ത് ചെയ്യും? വലിച്ചെടുക്കും. അതാണ് നമ്മളെ എല്ലിനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ഈ ഒരു വെള്ളത്തിൽ എന്തില്ല, മിനറൽസ് ഇല്ലാത്തതുകൊണ്ടാണ് അത് അസിഡിറ്റി കാണിച്ചിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് വെസ്റ്റിജിന്റെ എക്സലന്റ് ആയ പ്രൊഡക്റ്റ് ആയിട്ടുള്ള CMD ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. CMD കാണാനുണ്ടല്ലോ അല്ലെ? ഓക്കെ, ഞാൻ CMD ഇതിലേക്ക് ആഡ് ചെയ്യാണ്. എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ആ വെള്ളത്തിന് ഇപ്പൊ നിങ്ങൾ ആ ചാർട്ടില് ആ ഗുഡ് ഹെൽത്ത് നിങ്ങൾ കാണാൻ നീലയിലേക്ക് ആൽക്കലിയിലേക്ക് വന്നു, കാണാനുണ്ടല്ലോ അല്ലെ? ഈ ക്ലാസ് ക്ലാസ് അപ്പൊ കാണുന്നുണ്ടല്ലോ അല്ലെ? ഇത് ഇല്ല കുറച്ച് സെവനപ്പാണ്. ഒന്ന് താഴ്ത്തി പിടിച്ചാൽ നന്നായിരുന്നു. ഒന്ന് താഴ്ത്തി ഇപ്പൊ പിടിക്കുക. ഓക്കെ അല്ലേ? പിടിക്കും നിന്റെ അടുത്തേക്ക്. ഞാൻ ഒന്നും കൂടെ സ്ക്രീനും കൂടി താഴ്ത്തി പിടിക്കുക. മറക്കണ്ടെന്ന് ഓക്കെ വിചാരിച്ചിട്ടാണ്. സാർ, അത് സ്ക്രീനിൽ ഓൾറെഡി ഇത് കാണിക്കുന്നതുകൊണ്ടാണ് പ്രസന്റേഷൻ സ്ക്രീനിലുള്ളത് കാണാൻ ബുദ്ധിമുട്ടാ. പ്രസന്റേഷൻ ഓക്കെ കെട്ടിയതാലേ ഓക്കെ ഫുൾ സ്ക്രീനിൽ കാണാൻ പറ്റുള്ളൂ, അപ്പോഴേ കാണുള്ളൂ. റെഡി. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതിന് ശേഷം ഞാൻ ഒന്ന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ആ നിങ്ങൾക്ക് ആ ഒരു ചാർട്ടും കൂടി അതിനെ കാണാൻ വേണ്ടി ഞാൻ ഇപ്പൊ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ സംബന്ധിച്ചിട്ട് ഇത് നമ്മൾ ആൽക്കലൈസ് ചെയ്ത ഓവറോൾ ഹെൽത്ത് നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. വെൽ ബീയിങ് നമുക്ക് എന്ത് ചെയ്യും? കദൂഷാകും. ഇപ്പൊ നമുക്ക് ക്ലാസ്സിൽ അധ്യാപകമില്ല, കുട്ടികൾ മൊത്തം ബഹളവും കച്ചറാവും. അതപ്പോ അധ്യാപകൻ എത്തിയാലോ കാമാൻ കൊയറ്റാവും, എല്ലാ പ്രോഗ്രാമും നല്ല രീതിയിൽ നടക്കുന്നുണ്ടാവും. ശരിയല്ലേ? ഇതേപോലെ തന്നെയാണ് മിനറൽസ് ഇല്ലാത്ത ബോഡി. നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും സോഡ പെപ്സി കുടിക്കുന്നതും ഫ്രൈഡ് ഫുഡ് കഴിക്കുന്നതും ഉറങ്ങാതിരിക്കുന്നതും ടെൻഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? നമ്മളെ ബോഡിനെ അസിഡിക് ആക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് പ്രശ്നങ്ങളൊക്കെ തുടക്കം. അവിടെ ഗട്ട് ബാക്ടീരിയാസ് എന്ത് ചെയ്യും? ഡിസ്റ്റർബ് ആവും. ആ ഗട്ട് ഡിസ്റ്റർബ് ആവുന്നതോട് കൂടിയാണ് അടുത്ത പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സാഹചര്യം നമ്മൾ ഒരുക്കി. ആദ്യം നമ്മൾ എന്താണ്, നമ്മളെ ബോഡിയിലുള്ള ടോക്സിൻസിനൊക്കെ റിമൂവ് ചെയ്ത് ടോക്സിനിലൂടെ. സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്തു? ആ ഗട്ട് ബാക്ടീരിയാസിനെ ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ലെവലിലേക്ക് നമ്മൾ ബോഡീനെ എന്ത് ചെയ്തു? CMDയിലൂടെ നമ്മൾ ബോഡീനെ ആൽക്കലൈസ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? ഫൈബർ. എന്തിനാണ് ഫൈബർ? നമുക്കറിയാം രണ്ട് രീതിയിൽ ഫൈബർ ഉണ്ട്. സോലബിൾ ഫൈബറും ഉണ്ട്, ഇൻസോലബിൾ ഫൈബറും ഉണ്ട്. നമുക്ക് ഫൈബറിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്കറിയാം ഫൈബർ നമ്മൾ റിച്ച് ആയിട്ട് ഫൈബർ റിച്ച് ഫുഡ് കഴിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. നാരടങ്ങിയ ഭക്ഷണം കഴിക്കണമെന്ന് പഴമക്കാർ നമ്മളെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത് എന്തിനാണെന്നുള്ളത് ഇപ്പോഴാണ് നമുക്കൊക്കെ ബോധ്യം വരുന്നത്. ഇത് പല ആളുകൾക്കും ഇപ്പോഴും ആ ബോധ്യം വന്നിട്ടില്ല എന്നുള്ളതാണ്. ശരിയായ രീതിയിൽ ഫൈബർ എന്താ സപ്പോർട്ട് ചെയ്യുന്നത്? നമ്മളെ ഡൈജഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ദഹനത്തിനെ, നമ്മുടെ ശരീരത്തിൽ ദഹനം നടക്കാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ റിലീസ് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം തടയുന്നുണ്ട്. നമ്മളെ ആ ഒരു കുടലിലുള്ള വേസ്റ്റിനൊക്കെ ഒരു ചൂലിന്റെ പണി ആള് ചെയ്യുന്നുണ്ടാവും. എന്ത് ചെയ്യും? എല്ലാം അടിച്ചു വൃത്തിയാക്കുന്നുണ്ടാവും. അതോടൊപ്പം വെയിറ്റ് മാനേജ്മെന്റ്, ശരിയായ രീതിയിൽ വെയിറ്റിനെ മാനേജ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടാവും. ഒരു ഒപ്റ്റിമൽ വെയിറ്റ് നമുക്ക് ഗെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ കൊളസ്ട്രോൾ ലെവലിനെ കൺട്രോൾ ചെയ്യാൻ ഇത് സപ്പോർട്ടീവ് ആണ്. നമുക്കറിയാം ഇത്തരത്തിൽ ഈ ഫൈബറും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഫുഡ് നമ്മൾ കഴിച്ചാൽ സംഭവിക്കുന്നത് ബോഡി ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കും. ഈ സ്ട്രഗിൾ അനുഭവിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ശരിയായ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും? ആ ഒരു കണ്ടീഷൻ വന്നാൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും, നീർക്കെട്ട് പോലുള്ള കാര്യങ്ങൾ. ശരീരം എന്ത് ചെയ്യും? ആ ഒരു പ്രശ്നത്തെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇൻഫ്ലമേഷൻ എന്ത് ചെയ്യും? പല രീതിയിൽ ഫെർമെന്റ് ചെയ്ത് കൊളസ്ട്രോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ അത് വരാതിരിക്കാൻ നമ്മളെ സപ്പോർട്ടീവ് ആണ്. അതോടൊപ്പം തന്നെ ബ്ലഡ് ഷുഗറിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ടാവും. നമ്മളെ ബ്ലഡിലുള്ള ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിച്ചുകൊണ്ട് നമ്മളുടെ തവിടടങ്ങിയ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അത് പതുക്കെ പതുക്കെ മാത്രം എന്ത് ചെയ്യുള്ളൂ? ബ്ലഡിലേക്ക് ഗ്ലൂക്കോസിനെ റിലീസ് ചെയ്യുള്ളൂ. തവിട് കളഞ്ഞിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിച്ചാലോ അത് പെട്ടെന്ന് എന്ത് ചെയ്യും? ഷൂട്ടപ്പ് ചെയ്യും. ഇപ്പൊ നമ്മൾ കറണ്ട് പോയ സമയത്ത് ഒരു മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആ വിളക്ക് സാവധാനം കത്തിക്കോളും. പക്ഷെ അവിടെ ഒന്നും കൂടി പ്രോസസ് ചെയ്ത് നമ്മൾ പെട്രോൾ ഒഴിച്ചാലോ വിളക്കും കത്തും, ചിലപ്പം കത്തിച്ചാളും കത്തിപ്പോവും. ശരിയല്ലേ? ഇതേപോലെയാണ് നമ്മൾ തവിടൊക്കെ കളഞ്ഞിട്ടുള്ള ഫുഡ് കഴിക്കുന്നതോട് കൂടി ഫാസ്റ്റ് ആയിട്ട് ബ്ലഡ് ഷുഗർ കൂടും. അപ്പൊ നമ്മൾ ശരിയായ ഫൈബർ ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ ഷുഗർ സ്പൈക്കിനെ അത് കുറയ്ക്കുന്നുണ്ടാവും. ഷുഗറുള്ള ആളുകൾ ഉപയോഗിച്ചാൽ എന്ത് ചെയ്യും?
ബെറ്റർ റിസൾട്ട് കിട്ടുന്നുണ്ടാവും. അതോടൊപ്പം മറ്റൊരു ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് നമ്മളെ ബ്യൂട്ടാറേറ്റ് ലെവലിനെ അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. എന്തിനാണ് ഇത് എന്നുള്ളതാണ്. നമുക്കറിയാം ശരിയായ രീതിയിൽ നമ്മളെ കുടൽ മസിലുകൾ ശരിയായ രീതിയിൽ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾക്കറിയാം ഒരു കല്ല് മാത്രം അടുക്കി വെച്ചിട്ട് നമ്മളൊരു വീട് പണിതാൽ എന്തുണ്ടാവും? മഴ പെയ്താൽ എന്ത് സംഭവിക്കും? മൊത്തത്തിൽ നനഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഗ്യാപ്പിലൂടെ വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങും. ശരിയല്ലേ? പക്ഷെ നമ്മളവിടെ പ്രോപ്പർ ആയിട്ട് സിമെന്റ് വെച്ച് ഫില്ല് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടെങ്കിലോ അത് എത്ര മഴ പെയ്താലും ഉള്ളിലേക്ക് വെള്ളം എത്തൂല. ഇതേപോലെ തന്നെ നമ്മളെ കുടൽ ഭിത്തികളെ ശരിയായ രീതിയിൽ ആ സെല്ലുകളെ കണക്ട് ചെയ്തുകൊണ്ട് ആ ഒരു പശ പോലെ ബോണ്ട് ചെയ്ത് നിർത്തുന്നതാണ് ബ്യൂട്ടാറേറ്റ്. ഈ ബ്യൂട്ടാറേറ്റ് ക്രിയേറ്റ് എന്താണ്? നമ്മൾ കഴിക്കുന്ന ഫുഡിലെ ഫൈബർ, രണ്ട് രീതിയിൽ ഫൈബർ ഉണ്ട്. സോലുബിൾ ഫൈബറും ഉണ്ട്, ഇൻസോലുബിൾ ഫൈബറും ഉണ്ട്. ഇൻസോലുബിൾ ഫൈബർ നമ്മളെ മലബന്ധ പ്രശ്നങ്ങളെയാണ് കണക്ട് ചെയ്യുന്നത്. പക്ഷെ സോലുബിൾ ഫൈബർ എന്ത് ചെയ്യും? ഈ മലബന്ധം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത് നമ്മളെ ഗട്ട് ബാക്ടീരിയാസിനുള്ള നല്ല ഫുഡ് കൂടിയാണ്, നല്ല ഫൈബർ, നാരുകള്. ഈ ഫൈബർ ഈ ഗട്ട് ബാക്ടീരിയാസ് ഫെർമെന്റ് ചെയ്തിട്ടാണ് ബ്യൂട്ടാറൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ബ്യൂട്ടാറൈറ്റ് ആണ് നമ്മളെ കുടൽ ഭിത്തികളെ സ്ട്രെങ്ത് നിലനിർത്തുന്നത്. ആ ബ്യൂട്ടാറൈറ്റ് ലെവൽ കുറഞ്ഞാലോ ഈ കുടൽ ഭിത്തികൾ എന്ത് ചെയ്യും? ലൂസാവും. ആ ലൂസ് ആയാലോ നമ്മളെ കുടലിലൂടെ പുറത്തേക്ക് പോകുന്ന മാലിന്യങ്ങൾ എന്ത് ചെയ്യും? ബ്ലഡിലേക്ക് എൻ്റർ ചെയ്യും. ആ ബ്ലഡിലേക്ക് എൻ്റർ ചെയ്യുന്നതോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ലീക്കി ഗട്ട് എന്ന പ്രശ്നം തുടങ്ങുന്നത്. ഈ ലീക്കി ഗട്ടാണ് സോറിയാസിസ്, എക്സിമ, ആമവാദം പോലുള്ള എല്ലാ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെയും റൂട്ട് കോസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഫൈബർ നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതിപ്പോ നിങ്ങൾ ആ പിക്ചറിൽ കാണുന്നുണ്ടാവും, ഹെൽത്തി ആയിട്ടുള്ള ഗട്ടും ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഗട്ടും. അതിലൂടെ എന്ത് ചെയ്യും? അത് ബ്ലഡിലേക്ക് മാലിന്യങ്ങൾ എത്തും. അപ്പൊ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഈ ഒരു നമുക്കറിയാം എക്സിമ, സോറിയാസിസ് മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിട്ട് നമ്മൾ ഈ ടോക്സ്ക്ലീനും നമ്മളെ ഗാനോഡർമ ഇത്തരം പ്രോഡക്റ്റുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അവർക്ക് ഇത് കൂടും. ഈ പ്രശ്നങ്ങൾ കൂടാനുള്ള കാരണം എന്താണ്? ഈ ഗട്ട് എന്താണ് ഇവിടെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും? ഫാസ്റ്റ് ആയിട്ട് ഈ ഗട്ടിലൂടെയുള്ള മാലിന്യങ്ങൾ എന്ത് ചെയ്യും? ടോക്സിനൊക്കെ പുറന്തള്ളുന്ന സമയത്ത് എന്ത് ചെയ്യും? മാക്സിമം എന്ത് ചെയ്യും? ഇത് ഈ ബ്ലഡിലേക്ക് എൻട്രി ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? ഈ പ്രശ്നങ്ങൾ കൂടും. പക്ഷെ ആ ഗട്ടിലുള്ള ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലോ പിന്നെ ആ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ആ കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അത് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യും? അതിന്റെ ഹെൽത്ത് ബിൽഡ് ചെയ്ത് എന്ത് ചെയ്യും? വരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ശരിയായ രീതിയിൽ ആ ഡീടോക്സിൻ പർപ്പസ് കൂടിയും ഇതിനെ കണക്റ്റഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇതും പ്രൊമോട്ട് ചെയ്യുന്നത് ഓവറോൾ വെൽനെസ്സിനെ തന്നെയാണ്. ഫൈബറും ഇത് ബെസ്റ്റ് ആയിട്ട് നമുക്കറിയാം. ഇന്ന് വെസ്റ്റ് നമുക്ക് കാലങ്ങൾക്ക് മുന്നേ ഫൈബർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വെസ്റ്റ് നമുക്കറിയാം, നമ്മളെ ഗൗതം ബാലി സാറ് അദ്ദേഹം ഒരു സയന്റിസ്റ്റ് കൂടിയാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം ഇന്ന് നമ്മള് എല്ലാ വ്യക്തിത്വങ്ങളും ഇന്ന് ഫൈബർ ഇല്ലാത്ത ഫുഡാണ് നമ്മളെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഭാവിയിൽ ഒത്തിരി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കും എന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മുൻകൂട്ടിയിട്ട് ഇത്തരത്തിലൊരു സപ്ലിമെന്റ് നമുക്ക് തന്നിട്ടുള്ളത്. ശരിക്കും അപ്പോ ലീക്കി ഗട്ട് പ്രശ്നങ്ങളും മറ്റ് സോറിയാസിസും മറ്റ് പ്രശ്നങ്ങളും എക്സിമ പോലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം? ശരിയായ രീതി നമുക്കത് വരാതിരിക്കാനും എന്ത് ചെയ്യണം? നമ്മൾ ഫൈബർ സപ്ലിമെന്റ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയേ പറ്റും. 5 ഗ്രാം നമുക്ക് രാവിലെ എന്ത് ചെയ്യാം? ഭക്ഷണത്തിന് 1 മണിക്കൂർ മുമ്പ് ചെറു ചുടുവെള്ളത്തിൽ കലക്കി എന്ത് ചെയ്യാം? നമ്മൾ കഴിക്കാം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? നമുക്ക് കുറച്ച് ചുടുവെള്ളം കുടിക്കുന്നത് ബെറ്റർ റിസൾട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഗട്ട് ബാക്ടീരിയാസ് ഉള്ള ഫുഡുമായി ഇനി നമുക്ക് വേണ്ട എന്താണ്? നമ്മൾ ശരിയായ രീതിയിൽ ആളുകൾ അവിടെ പ്രതിഷ്ഠിക്കണം. ശരിയല്ലേ? ആ ഗട്ട് ബാക്ടീരിയാസിന്റെ അളവാണെന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു 63 ട്രില്യൺ കോശങ്ങളാണ് നമ്മൾ, അതിൽ 40+ ട്രില്യണും ഗട്ട് ബാക്ടീരിയാസ് ആണ്, ഗട്ട് മൈക്രോബ്സ് ആണ്. ഇതാണ് ശരിയായ രീതിയിൽ നമ്മളെ ബോഡിയെ ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും ഊട്ടേണ്ടത് ആരെയാണ്? ഈ ഗട്ട് മൈക്രോബ്സിനെയാണ് നമ്മൾ ശരിക്കും ഊട്ടേണ്ടത്. പക്ഷെ ഇന്ന് നമ്മൾ ഊട്ടുന്നത് ആരെയാണെന്നുള്ളത് നിങ്ങൾ ഒന്നുകൂടി ചിന്തിച്ചു നോക്കുക. അപ്പൊ ഇവിടെ ശരിയായ രീതിയിൽ കോംബയോട്ടിക് എന്നുള്ള പ്രൊഡക്റ്റ് നമുക്ക് വെസ്റ്റേജ് പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും വിത്ത് മൾട്ടി വൈറ്റമിനും മൾട്ടി മിനറൽസും ആണ് നമുക്ക് തരുന്നത്. ഒരു സൂപ്പർ പവർഫുൾ കോമ്പിനേഷൻ ആണ്. നമുക്കറിയാം ഇതില് ക്യാപ്സ്യൂൾ എന്ന രീതിയിൽ ആദ്യമായിട്ട് ഒരു പ്രോഡക്റ്റ് വിപണിയിൽ ഇറക്കിയത് നമ്മളെ വെസ്റ്റീജ് ആണ്. ഇതില് ഫസ്റ്റ് നമുക്കറിയാം, ഫസ്റ്റ് ക്യാപ്സ്യൂൾ വരുന്നത് മൾട്ടി വൈറ്റമിനും മിനറൽസും അതോടൊപ്പം തന്നെ ബാക്ടീരിയാസ് ഉള്ള ഫുഡുമാണ്. ക്യാപ്സ്യൂളിന് അകത്തുള്ളത് നല്ല ബാക്ടീരിയാസ് ആണ്. നമ്മൾ ഈ ക്യാപ്സ്യൂൾ കഴിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ഒരു ബാക്കിയുള്ള ഫുഡൊക്കെ എന്ത് ചെയ്യും? നമ്മൾ ഫസ്റ്റ് ആമാശയം റിലീസ് ചെയ്ത് എന്ത് ചെയ്യും? ബാക്കിയുള്ളത് ആ ചെറിയ ക്യാപ്സ്യൂൾ എന്ത് ചെയ്യും? നമ്മളെ ഗട്ടിൽ പോയിട്ട് റിലീസ് ആവുന്ന സമയത്ത് അവിടെ ആ ബാക്ടീരിയ സാന്നിധ്യം വരുന്നതോട് കൂടി എന്ത് ചെയ്യും? അവിടെ ആ ഹെൽത്തിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ അസിഡിറ്റിയും പുളിച്ചു തട്ടലും മറ്റു കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതാണ് നമ്മളിപ്പോ ഈ സാഹചര്യം മോശമായതുകൊണ്ട് എന്ത് ചെയ്യും?
ചീത്ത ബാക്ടീരിയകളെ ഗ്രോത്ത് അവിടെ കൂടും. എച്ച് പൈലോറി എന്നുള്ള ബാക്ടീരിയകളെ ഗ്രോത്ത് കൂടും. ഈ ബാക്ടീരിയകളാണ് കംപ്ലീറ്റ് പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. ആ ബാക്ടീരിയനെ അമർച്ച ചെയ്യാൻ എന്ത് ചെയ്യണം? നല്ല ബാക്ടീരിയനെ ശരിയായ രീതിയിൽ അവിടെ എത്തിക്കുക എന്നുള്ളതാണ്. നമ്മള് പഴമക്കാർ പറയുന്ന സംഭവമുണ്ട്, താനിരിക്കേണ്ടോടത്ത് താനിരുന്നില്ലെങ്കിൽ അവിടെ ആരോ കയറി ഇരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മളെ ഗട്ടിൽ ഇരിക്കേണ്ടത് നല്ല മൈക്രോബ്സ് ആണ്. അവരെ ശരിയായ രീതിയിൽ നമ്മൾ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടെ പല പ്രശ്നം. ഇത് എത്തിക്കാനുള്ള വഴിയാണ് എന്ത്? നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, പുളിപ്പിച്ച ആഹാരങ്ങളും മറ്റേ കഴിക്കുന്നത് നല്ല ബാക്ടീരിയാസ് ഉള്ള. പണ്ട് പഴങ്കഞ്ഞും തൈരും കൂട്ടൊക്കെ കഴിക്കുന്ന കാലം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾക്കൊന്നും വേണ്ട രീതിയിൽ അത് കിട്ടുന്നില്ല. നമ്മളെ ഗട്ടിന് എന്ത് ചെയ്യണം? ഇത് കിട്ടിയേ പറ്റുള്ളൂ. ശരിക്ക് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്നുള്ള ഒരു കണ്ടീഷൻ തന്നെ ഉണ്ട്. നമുക്ക് എത്ര ബ്രെയിൻ ഉണ്ട് ചോദിച്ചാല് ഇത് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്നതാണ് 2 ബ്രെയിൻ ഉണ്ട് എന്നുള്ളത്. ഒന്ന് ഗട്ടും മറ്റൊന്ന് നമ്മളെ ബ്രെയിനും. ഇത് രണ്ടും സിമിലാരിറ്റി ഉണ്ട്. രണ്ടും ഏകദേശം ഒരേ രൂപമാണ്. അപ്പോ ഞാൻ ഒരു എക്സ്പെർട്ട് ക്ലാസ് ഞാൻ മനസ്സിലാക്കിയത്, ഈ ഗട്ട് എന്നുള്ളത് നമ്മളെ ശരീരത്തില് പല കോശങ്ങളും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മളെ ഒരു കോശം വിഘടിച്ചിട്ടാണ് ഒന്ന് ബ്രെയിൻ, അതിന്റെ ഒരു ഭാഗമാണ് ബ്രെയിൻ ആയിട്ടും ഒന്ന് ഗട്ടായിട്ടും രൂപാന്തരപ്പെടുന്നതാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പോ എവിടെ എന്ത് സംഭവിച്ചാലും ഇത് രണ്ടിനെ അഫക്ട് ചെയ്യും. നമുക്കറിയാം, നമ്മളൊരു പേടി തോന്നിയാൽ നമുക്ക് മനസ്സിലാണ് അത് ഫീൽ ചെയ്യുന്നെങ്കിൽ നമ്മൾ അടിയുന്ന അടിവായിട്ടുന്ന ഒരു കാളലുണ്ടാവും. ശരിയല്ലേ? നമ്മൾ വയറിന് എന്ത് പറ്റാത്ത നമ്മൾ ഫുഡ് എന്ത് കഴിച്ചാലും അത് ബ്രെയിനിനെ എഫക്ട് ചെയ്യുന്നുണ്ടാവും. രണ്ടും ഈക്വൽ സിമിലാരിറ്റിയാണ്. ശരിക്കും ഈ ഗട്ട് മൈക്രോബ്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ടാവും. ഇന്ന് ശരിയായ രീതിയിൽ ഗട്ട് മൈക്രോബ്സ് ഇല്ലെങ്കിലാണ് നമുക്ക് ഉറക്കക്കുറവ്. അതുകൊണ്ട് നമുക്കറിയാം, നമ്മളെ ഹാപ്പി ഹോർമോണിന്റെ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ഇപ്പോ ഡോപ്പോമിനും അതോടൊപ്പം ഇത്തരം നല്ല ഹോർമോണിന്റെ ഒക്കെ പ്രവർത്തനം നടക്കണമെങ്കിൽ നമുക്ക് ശരിയായ രീതിയിൽ ഗട്ട് മൈക്രോബ്സ് ആണ് വേണ്ടത്. നമ്മളെ ശരീരത്തിൽ ശരിയായ രീതിയിൽ ഈ ഒരു ദഹന പ്രവർത്തനങ്ങൾ നടക്കാൻ നമുക്ക് നല്ല ഹോർമോൺ ഉണ്ട്. നമുക്കറിയാം, എൻഡോർഫിന്, ഓക്സിറ്റോക്സിൻ ഉള്ള നല്ല ഹോർമോണുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ശരിയായ രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മളെ ഗട്ടിലാണ്. 90% നമ്മളെ സന്തോഷം, ഹാപ്പിനെസ് ഒക്കെ കണക്ട് ചെയ്യുന്ന ഹോർമോൺ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മളെ ഗട്ടിലാണ്. അത് നമ്മളെ വേഗസ് നെർവ് വഴി ബ്രെയിനിലേക്ക് എത്തുന്നത് കൂടിയാണ് അവിടെ ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പൊ ഈ ഒരു ഹോർമോണുകളൊക്കെ ശരിയായ രീതിയിൽ പ്രോസസ് ചെയ്തിട്ടാണ് മെലാറ്റോണിൻ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ മെലാറ്റോണിൻ ശരിയായ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതൊക്കെ ഗട്ട് ഹെൽത്ത് ഒക്കെ ഓക്കെ ആയാൽ നടക്കുള്ളൂ. അപ്പൊ ഗട്ടിനെ അഫക്ട് ചെയ്തുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും? ശരിയായ രീതിയിൽ ഡോപ്പമിനും കാര്യങ്ങളൊന്നും ശരിയായ രീതിയിൽ ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും? അത് മെലാറ്റോണിനെ കൺവേർട്ട് ചെയ്യില്ല. അത് ഉറക്കത്തിനെ ബാധിക്കുന്നുണ്ടാവും. അപ്പൊ ഇതിനൊക്കെയുള്ള ഏറ്റവും ഒരു ബെസ്റ്റ് സൊല്യൂഷൻ, ഉറക്കക്കുറവും ആൻസിനും എല്ലാ സൊല്യൂഷൻ എന്താണ്? നല്ല ബാക്ടീരിയ പ്രതീക്ഷിക്കാനുള്ളതാണ്. ഏറ്റവും ബെസ്റ്റ് ആൾക്കാരാണ് കോംബിയോട്ടിക് ഉപയോഗിക്കുക എന്നുള്ളത്. കോംബിയോട്ടിക് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒരു 15 അരമണിക്കൂറോ മുമ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ റിസൾട്ട് എടുക്കാൻ സാധിക്കുന്നുണ്ടാവും. ഞാൻ പല ആളുകൾക്കും ഫുഡിന്റെ കൂടെ റെക്കമെൻഡ് ചെയ്തിരുന്നു. പക്ഷെ അതിനെക്കാട്ടും ബെറ്റർ റിസൾട്ട് എടുക്കാൻ സാധിച്ചുള്ളത് ഭക്ഷണത്തിന് ഒരു 15 അരമണിക്കൂറോ മുമ്പ് കഴിക്കുന്ന ആളുകളാണ് കൂടുതൽ റിസൾട്ട് എടുക്കാൻ സാധിച്ചുള്ളത്. കാരണം നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മുകളിൽ കഴിക്കുന്ന സമയത്ത് ചിലപ്പം ഈ ആൾ എത്താൻ താമസം ഉണ്ടാവും. പക്ഷെ മുമ്പ് കഴിച്ചാലോ ഈ ആളവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്ത് ഫുഡ് കഴിച്ചാലും അവിടെ പ്രോസസ്സ് ചെയ്യപ്പെടുന്നുണ്ടാവും. ഓക്കെ. അപ്പൊ ശരിയായ രീതിയിൽ നമ്മളെ ശരിയായ ന്യൂട്രീഷൻ അബ്സോർബേഷനും കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഈ ഒരു ഗട്ട് ബാക്ടീരിയസ് അവിടെ അനിവാര്യമാണ്. ഇതും നമ്മളെ ഓവറോൾ ഹെൽത്തിനെയാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഇതിനോടൊക്കെ സപ്പോർട്ടീവ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് കൂടി ഉണ്ട്. നമുക്കറിയാം, കോംബിയോട്ടിക് നമുക്ക് തൈറോയ്ഡ് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ച്, മൈഗ്രെയിനും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിട്ട് കോംബിയോട്ടിക്കും അതുമായി ബന്ധപ്പെട്ട കോമ്പിനേഷൻ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചാൽ, അത് എന്തിന്റെ കൂടി കോംബിയോട്ടിക് നിങ്ങൾ കൊടുത്താൽ ചിലപ്പം 10 ഇരട്ടി റിസൾട്ട് കിട്ടും. ചിലപ്പം 90 ദിവസം കൊണ്ട് കിട്ടേണ്ട റിസൾട്ട് ചിലപ്പം അതൊരു മാസം കൊണ്ടും 15 ദിവസം കൊണ്ടും അത് കിട്ടുന്നുണ്ടാവും. അത്രമാത്രം വണ്ടർഫുൾ ആയ പ്രൊഡക്ട്സ് ആണത്. നെക്സ്റ്റ് നമ്മൾ അതിന്റെ കൂടെ കോമ്പിനേഷനിൽ കൊടുക്കേണ്ട ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് നമ്മൾ അലോവേര. ഇതും നമ്മളെ ബോഡിയെ ശരിയായ രീതിയിൽ ആൽക്കലൈസ് ചെയ്യുന്നതാണ്. ഞാൻ ഇതിന്റെ കൂടെ അലോവേര ഞാൻ റെക്കമെൻഡ് ചെയ്ത അലോവേര ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഡൈജഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഹെൽത്തി ഗട്ട് ഫ്ലോറ അത് റിസ്റ്റോർ ചെയ്ത്, അതുപോലെ തന്നെ ഈ ബ്ലോട്ടിങ്ങും അസിഡിറ്റി എന്ത് ചെയ്യുന്നു, ആ നെഞ്ചറ്റും പുളിച്ചിട്ടോട്ടല്ല, ആ പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ പുളിച്ചിലും കാര്യങ്ങളൊക്കെ നമുക്കറിയാം, ജീവിതം നരകതുല്യമാക്കുന്ന ഒരു സാധനമാണ് ആ പുളിച്ച്. ഇപ്പൊ പച്ചവെള്ളം കുടിച്ചാലും പുളിച്ചിത കിട്ടുന്ന കണ്ടീഷനൊക്കെ വരുന്നത്. ഈ ഒരു കണ്ടീഷനൊക്കെ നമുക്ക് അലോവേര ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ആണ്. അതുപോലെ തന്നെ ന്യൂട്രിയൻസ് അബ്സോർബേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ ഈ എല്ലാ പ്രൊഡക്റ്റുകളും നമ്മുടെ ഓവറോൾ ഹെൽത്തിനെയാണ് സപ്പോർട്ടീവ് ആയിട്ടുള്ളത്. ഞാൻ അലോവേര റെക്കമെൻഡ് ചെയ്യാറും ഞാൻ കഴിക്കാറും എപ്പോഴാന്ന് വെച്ചാല്, നമ്മൾ ഉറങ്ങുന്നതിന്റെ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ മുമ്പ് ഞാനൊരു 3 എണ്ണം കഴിക്കും. ആ 3 എണ്ണം കഴിച്ച് എന്ത് ചെയ്യും?
വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നല്ല രീതിയിൽ എന്ത് ചെയ്യും, അൽക്കലിസ് നമുക്കറിയാം പല രീതിയിലും ഇപ്പൊ ആയുർവേദം ആയിക്കോട്ടെ, നമ്മള് അതേപോലെ മറ്റ് ചികിത്സ സംവിധാനങ്ങള്, കുക്കുംബർ നമ്മൾ രാത്രി കഴിക്കുന്നത് നല്ലതാന്ന് പറയും. അത് ഗട്ടിനെ ശരിയായ രീതിയിൽ എന്ത് ചെയ്യും, അൽക്കലൈസ് ചെയ്യാനും ഹെൽത്തി ആക്കാനും സാധിക്കുന്നു. പക്ഷെ ഇന്നത്തെ രീതിയിൽ നമുക്ക് ആ ഒരു കുക്കുംബർ എത്രത്തോളം, ഏറ്റവും കൂടുതൽ കെമിക്കൽ പെസ്റ്റിസൈഡ് ഉള്ള ഒരു പ്രോഡക്ട്സ് നമ്മുടെ കുക്കുംബർ ആണ്. അപ്പൊ അത് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിച്ചാലോ അത് ഭാവിയിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും. അത് മാത്രമല്ല, നമ്മൾ ആ കുക്കുംബറിന്റെ റേറ്റ് നോക്കുകയാണെങ്കിലോ, ഒരു മാസം നമ്മൾ ആ കുക്കുംബർ കഴിക്കുന്നതും നമ്മൾ അലോവേര ആ ഒരു 3 വെച്ച് കഴിക്കുന്നതും വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ഹെൽത്ത് റിസൾട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റണം. ഗട്ട് ഹെൽത്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. നമുക്കറിയാം എത്ര പഴക്കം ചെന്ന വൈറൽ പ്രശ്നങ്ങളെ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ പ്രൊഡക്റ്റിലൂടെ എന്ത് ചെയ്യാം, ഏകദേശം നിസ്സാരമായിട്ട് നിഷ്പ്രയാസം നമുക്ക് എന്ത് ചെയ്യാം, ഹെൽത്തി ആക്കി മാറ്റാൻ സാധിക്കുന്നുണ്ടാവും. നമുക്ക് വെസ്റ്റീന പ്രൊഡക്റ്റിന് ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി, ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഓറിയന്റഡ്, അഫോർഡബിൾ പ്രൈസ് എന്നുള്ളതാണ് ഓരോ പ്രൊഡക്റ്റിന്റെയും പ്രത്യേകത. അപ്പൊ ഇത്തരം പ്രൊഡക്റ്റുകളൊക്കെ നമ്മളെ കുടുംബത്തിന്റെയും ഭാഗമാവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഹെൽത്തി ഗട്ടിനെ നമുക്ക് എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഇതിലൂടെ നമ്മൾ എയിം ചെയ്യുന്നതാണ്, യുവർ ഗട്ട് ഈസ് ഹെൽത്തി ആണെങ്കിൽ, സ്ട്രോങ് ആണെങ്കിൽ യുവർ ലൈഫ് ഈസ് ലോങ്. നമുക്കറിയാം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗട്ട് ഹെൽത്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ, നിലനിർത്താൻ സാധിച്ച നമ്മളെ ആ ഒരു ഹെൽത്തി ലൈഫിനെ നമുക്ക് ലോങ് ആക്കി ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. നമുക്ക് ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഗട്ട് എന്ന് പറഞ്ഞാല് ഒരു ഡൈജഷൻ പ്രോസസ് മാത്രമല്ല, നമ്മളെ ഫൗണ്ടേഷൻ ആണ്, ബോഡിയുടെ ഓൾ പ്രൊട്ടക്ഷനുള്ള ഫൗണ്ടേഷൻ ആണ് അത് ഗട്ടിനെ ഹെൽത്തി ആക്കുന്നത്. ശരിക്കും നമ്മള് ഗട്ട് നമുക്കറിയാം ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഹെൽത്തി മൈൻഡ്, ഹെൽത്തി ഗട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാല് ഹെൽത്തി മൈൻഡ്, അതോടൊപ്പം തന്നെ ഗ്രോയിങ് ബോഡി ആൻഡ് സ്കിന്നിനൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഹെൽത്തി ആക്കി കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടാവും. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഈറ്റ് എന്നുള്ളത്. ഡോണ്ട് ജസ്റ്റ് ഈറ്റ്. നമ്മളിന്ന് ടേസ്റ്റിനെ ബേസ് ചെയ്താണ് നമ്മൾ തിന്നുകൊണ്ടിരിക്കുന്നത്, ശരിയല്ലേ? പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈറ്റ് ഫോർ യുവർ ഗട്ട്, ഇറ്റ് ഡിസൈഡ് യുവർ ഹെൽത്ത്. നമ്മളാ കഴിക്കുന്ന ഭക്ഷണം നമ്മളെ ഗട്ടിനെ എഫക്റ്റീവായിട്ട് നമ്മൾ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ട്യൂൺ ചെയ്താൽ ശരിക്കും അത് നമ്മളെ ഹെൽത്തിന് ഒരുപാട് കോൺട്രിബ്യൂഷൻ നമുക്ക് തരുന്നുണ്ടാവും. ഓക്കെ, ഒരുപാട് ഗട്ട് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് വെൽനസ്, പക്ഷെ അത് നമ്മളെ കീ ആണ് വെൽനസ്സിലെ. നമ്മളെ ശരീരത്തിൽ ആ ആരോഗ്യം നിലനിർത്താനുള്ള കീ ആണ് നമ്മളെ ഗട്ട്. അപ്പോ ഈ പ്രൊഡക്റ്റുകളൊക്കെ നമ്മളെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ നമുക്കറിയാം ശരിയായ രീതിയിൽ നമ്മൾക്ക് ഒരു ഗട്ട്സോട് കൂടി മുന്നേറണമെങ്കിൽ എന്ത് വേണം, ആ ഒരു ഗട്ട് ഹെൽത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഇമ്പ്രൂവ് ചെയ്തേ പറ്റുള്ളൂ. അതിനുവേണ്ടി നമുക്ക് വെസ്റ്റ് ചെയ്യുന്ന ഈ ഉൽപ്പന്നങ്ങൾ ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അപ്പൊ എല്ലാവർക്കും ഒരു ഹെൽത്തി ഗട്ട്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഓൾ ദ ഡിസീസ് ബിഗിനിങ് ഫ്രം ദ ഗട്ട് എന്നുള്ളത്. ആ ഗട്ട് ഹെൽത്ത് മോശമാവുന്നതോട് കൂടിയാണ് കംപ്ലീറ്റ് പ്രശ്നങ്ങളും തുടങ്ങുന്നത്. അപ്പൊ ആ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതോടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹെൽത്തി ആൻഡ് വെൽത്തി ലൈഫിന് നമുക്ക് ഗെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ഗട്ട് ഹെൽത്തും അതിലൂടെ ഒരു ലിവിങ് ലോങ്ങും ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു. വിഷ് യു വെൽ. താങ്ക് യു ആർ കെ സാർ, താങ്ക് യു. വൗ, അമേസിങ്, വണ്ടർഫുൾ പ്രസന്റേഷൻ. വൗ, സൂപ്പർ. എന്തു പറയണം നമുക്ക് ആർ കെ സാറിനെ കുറിച്ച്. അതൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഞാൻ CMD ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ പെപ്സി ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത് നമ്മൾ CMD ആഡ് ചെയ്തിട്ടുള്ള വെള്ളമാണ്. കാണുന്നില്ല സാർ, ആർ കെ സാർ കാണുന്നില്ല. ആർ കെ സാർ, ആർ കെ സാർ കാണുന്നില്ലല്ലോ. ഓക്കെ, ഞാനിതാ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പോൾ കാണുന്നുണ്ട്. ക്ലാസ്സിലേക്ക് ഞാനൊരു ക്ലാസ്സിലേക്ക് പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. അതോടൊപ്പം ഒരു ക്ലാസ്സിലേക്ക് നമ്മളെല്ലാം ഇഷ്ടപാനീയം, കുട്ടികളെ നമ്മൾ അങ്ങാടിയിൽ കൊണ്ടുപോകുമ്പോൾ അവരെ കൈ പിടിച്ച് നടക്കുന്ന സമയത്ത് അവർ കരയും. എന്തിനു വേണ്ടി? ആ ഒരു
കുപ്പി കാണുമ്പോൾ അവർ കരയും, ശരിയല്ലേ? അവരെ കരച്ചിൽ മാറാൻ വേണ്ടി നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ കുറെ കഴിഞ്ഞാൽ ആര് കരയിൽ തുടങ്ങും? ആ വാങ്ങിച്ചു കൊടുത്ത ആളുകൾ കരയിൽ തുടങ്ങും. ഇത് pH ഇൻഡിക്കേറ്റർ ആണ്. ഞാൻ ഈ പച്ചവെള്ളത്തിലേക്ക് അത് ആഡ് ചെയ്യാണ്. അതോടെ തന്നെ 7up ആഡ് ചെയ്യാണ്. എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇത് അസിഡിക് pH ആണ്. ഇത് ഹൈലി അസിഡിക് ആണ്. കാരണം നമുക്കറിയാം ഈ ഒരു കണ്ടീഷൻ, നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് നമ്മളെ ബോഡിയിൽ നിന്ന് പുറന്തള്ളുന്നതാണ്. ഇത് കാർബണേറ്റഡ് ഡ്രിങ്ക് ആണ്. അത് വീണ്ടും അടിച്ചു കയറ്റി നമ്മളെ ബോഡിയിലേക്ക് ഇത് ഹൈലി അസിഡിക് ആക്കുകയാണ്. ഇതാണ് നമ്മളെ എല്ലിനും പല്ലിനും ഒക്കെ ദ്രവിപ്പിച്ച് കളയുന്നത്. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ എന്തില്ല? മിനറൽസ് ഇല്ല. ഇവിടെയാണ് നമുക്ക് വെസ്റ്റ് തരുന്ന CMD എന്നുള്ള പ്രൊഡക്റ്റിന്റെ പ്രാധാന്യം. ഞാൻ CMD ഇതിലേക്ക് ആഡ് ചെയ്യും. ഇതിൽ മിനറൽസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് അസിഡിക് ആയത്. ഞാൻ ഇതിലേക്ക് മിനറൽസ് ആഡ് ചെയ്യാണ്. എന്താണ് സംഭവിച്ചത്? അത് ആൽക്കലീൻ ആയി. ഇപ്പൊ നമ്മളെ ബോഡി ആൽക്കലീൻ ആണ്, ഹെൽത്തി ആണ്. നമ്മൾ ആ കോള, പെപ്സി പാനീയങ്ങളൊക്കെ കുടിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കാൻ നോക്കാം. എന്താണ് സംഭവിച്ചത്? അത് അൺഹെൽത്തി ആയി. അപ്പോ ഇതെല്ലാം നമ്മളെ ഇന്നത്തെ ആ ഒരു ജീവിത രീതിയിൽ നമ്മളെ കൂടപ്പറപ്പുകളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? കുടിക്കണ്ട എന്നുള്ളതല്ല, കൺട്രോൾ ചെയ്യുക. നമ്മൾ ഇത്തരത്തില് ഒരു 10 രൂപേന്റെ ഒരു ബോട്ടിൽ വെള്ളം നമ്മൾ വാങ്ങിച്ചു കുടിക്കുന്ന സമയത്ത് ഒരു 10 ബോട്ടിലെങ്കിലും ആൽക്കലീൻ വെള്ളം നമ്മൾ കൺസ്യൂം ചെയ്യണം എന്നുള്ളതാണ്. എന്നാലേ ബോഡിക്ക് അതൊന്ന് ടോളറേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇത് നമ്മളെന്താണ്, വെള്ളത്തിന് പകരമാണ് നമ്മൾ ഇത് വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മളെ ഗട്ട് ഹെൽത്തിനെയാണ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത്. ആ ഗട്ട് മൈക്രോബ്സിനെയാണ് നമ്മൾ ശരിയായ രീതിയിൽ ഊട്ടേണ്ടതും ശരിയായി പരിപാലിക്കേണ്ട ഗട്ട് ഹെൽത്ത് ബാക്ടീരിയസിനെയാണ് എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു സെഷൻ എനിക്ക് ചെയ്യാൻ അവസരം തന്ന എല്ലാ ലീഡേഴ്സിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇത് ഞാനിപ്പോ ചെയ്തതിൽ ഇപ്പൊ ഒരുപാട് ഹെൽത്ത് എക്സ്പേർട്ടിന്റെ മുന്നിൽ ഇത് ചെയ്യാൻ സാധിച്ചതിന് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. കാരണം എനിക്ക് എന്തെങ്കിലും കറക്ഷൻസും കാര്യങ്ങളൊക്കെ വരുത്തുന്നുണ്ടെങ്കിൽ അവർ അഡ്വൈസും കാര്യങ്ങളും എടുക്കാനും കൂടി ഉതകുന്നതാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു, സൂപ്പർ, അമേസിങ്, വണ്ടർഫുൾ. എന്ത് പറയണം? അതായത് ഇപ്പൊ നമ്മുടെ ഗട്ടിനെ കുറിച്ച് ഏത് പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് ഗട്ടിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയില്ലേ? അപ്പൊ ഇനി എന്ത് ചെയ്യണം നമ്മള്? ഇനി കൂടുതൽ ഒരു 4-5 പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ അതൊക്കെ എല്ലാവരും വാങ്ങി ഉപയോഗിച്ച് എല്ലാവരുടെയും ഗട്ടൊക്കെ സ്ട്രോങ് ആക്കുക. ഇഫ് യുവർ ഗട്ട് ഈസ് സ്ട്രോങ്, യുവർ ലൈഫ് ഈസ് ലോങ് എന്ന് പറഞ്ഞില്ലേ ലാസ്റ്റ്? അതുപോലെ തന്നെ ഗട്ട് ഹെൽത്ത് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് വെൽനെസ്, ഇറ്റ് ഈസ് ദ കീ ടു വെൽനെസ്. വെൽനെസിന്റെ കീ ആണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് നമ്മളെല്ലാവരും ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗട്ട് നന്നാവുകയും അതിലൂടെ കുടല് നന്നാവുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വർഷം, ഒരുപാട് കാലങ്ങൾ ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും എന്ന് തെളിയിച്ച നമ്മളെ സൂപ്പർ ലീഡറാണ്, പവർഫുൾ ലീഡറാണ് നമ്മൾ RK സാർ. അപ്പൊ RK സാറിന് ഉള്ള നിങ്ങൾക്കുള്ള നന്ദി ചാറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. അത്രമാത്രം വണ്ടർഫുൾ ആയിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ തന്ന RK സാറിന് എല്ലാവരും ചാറ്റ് ബോക്സിലൂടെ നന്ദി അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ നേരത്തെ എന്നെ പരിചയപ്പെടുത്തിയില്ല, സോറി. കാരണം സമയം വൈകി എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞത് 8:25 എന്നോട് MC ആവാൻ പറയുന്നത്. പെട്ടെന്ന് വന്നപ്പോഴത്തേക്കും സമയം വൈകി. അതുകൊണ്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ല. എന്നെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. റീജ, മക്കരപർബാണ് വീട്. അതുപോലെ തന്നെ താങ്ക് ഗോഡ് ഇന്ന് എനിക്ക് MC ആവാൻ അവസരം തന്ന RK സാറിനും അതോടൊപ്പം തന്നെ ലീഡേഴ്സിനും, ഓൾ ലീഡേഴ്സിനും താങ്ക്സ് അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം, പ്രൊഡക്റ്റിനെ കുറിച്ച് ഒന്നുകൂടെ പറയാം. 5 പ്രൊഡക്റ്റ് ആണ് പറഞ്ഞത്. ഒന്ന് എന്താ പറഞ്ഞത്? ആദ്യം പറഞ്ഞ ടോക്സ് ക്ലീൻ, അതിനുശേഷം പറഞ്ഞ CMD, പിന്നെ ഫൈബർ പറഞ്ഞു, ഹോംബയോട്ടിക്, അലോവേര. അപ്പൊ ഇതെല്ലാം കഴിച്ചിട്ട് എല്ലാവരുടെയും ഗട്ടൊക്കെ ഹെൽത്തി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. എല്ലാവർക്കും ശുഭരാത്രി, ശുഭനിദ്ര, സുഖനിദ്ര. താങ്ക് യു, വിഷുവൽ. സാർ വൈൻഡപ്പ് ചെയ്യും. താങ്ക് യു.